ന്യൂസ് ആൻഡ് വ്യൂസ് ആരംഭിക്കുന്നു. മാണി സാർ മാനത്തിന് വില കുറച്ചത് എന്തിന്? ബാർക്കോഴ ആരോപണത്തിൽ ബിജു രമേശിനെതിരായ മാനനഷ്ടക്കേസിൽ തുക കുറച്ച് KM മാണി 10 കോടി നഷ്ടപരിഹാര തുക ആവശ്യപ്പെട്ട് നേരത്തെ ഹർജി നൽകിയിരുന്നു. KM മാണി നഷ്ടപരിഹാര തുക 20 ലക്ഷം മതിയെന്ന് പുതിയ ഹർജിയിലൂടെ കോടതിയെ അറിയിച്ചു. മാണിയുടെ ഒളിച്ചോട്ടത്തോടെ ആരോപണങ്ങൾ തെളിയിക്കപ്പെട്ടെന്ന് ബിജു രമേശ് പ്രതികരിച്ചു. ബാർക്കോഴ ആരോപണം ഉന്നയിച്ച ബിജു രമേശിനെതിരെ തിരുവനന്തപുരം സബ് കോടതിയിൽ നൽകിയ മാനനഷ്ട കേസിൽ നിന്നാണ് മാണിയുടെ പിന്മാറ്റം. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടായിരുന്നു കേസ്. 10 കോടി വേണ്ട, 20 ലക്ഷം നഷ്ടപരിഹാരം മതിയെന്ന് കാണിച്ചാണ് പുതിയ ഹർജി. കോടതി ചെലവായ 15 ലക്ഷം രൂപ അടയ്ക്കേണ്ട ഘട്ടത്തിലാണ് മാണിയുടെ പിന്മാറ്റം. KM മാണിയുടെ ഒളിച്ചോട്ടത്തോടെ ആരോപണങ്ങൾ ശരിവെക്കപ്പെട്ടതായി ബിജു രമേശ് പീപ്പിളിനോട് പറഞ്ഞു. അവരുടെ ഭരണം കംപ്ലീറ്റ് ഇരിക്കുകയായിരുന്നു. അപ്പൊ 10 കോടി രൂപ കൂടി എന്റെ നിന്ന് ഈടാക്കാം, കേസ് അട്ടിമറിച്ചുകൊണ്ട് ഈടാക്കാമെന്നാണ് മാണി സാർ ധരിച്ചത്. പക്ഷെ ഇപ്പൊ സത്യം പുറത്തു വരുമെന്നായപ്പോ മാണി സാറിന് തന്നെ ഇപ്പൊ സമനില തെറ്റിപ്പോയി. കാര്യങ്ങൾ വസ്തുതകൾ പുറത്തു വരും. അങ്ങനെ വരുമ്പോൾ കള്ളം തെളിയും എന്നുള്ള ഉറപ്പായപ്പോഴത്തേക്കാണ് 10 കോടി രൂപ ആവശ്യപ്പെടുന്ന മാണി സാർ 20 ലക്ഷം രൂപയിലേക്ക് ചുരുങ്ങിയത്. അതേസമയം മാണിക്കെതിരായ അന്വേഷണ പുരോഗതിയിൽ വിജിലൻസ് തൽസ്ഥിതി റിപ്പോർട്ട് കോടതിക്ക് കൈമാറി. 7 സാക്ഷിമൊഴികളും 28 രേഖകളും പരിശോധിച്ചു. പ്രാഥമികമായി ആരോപണത്തിൽ തെളിവുണ്ടെന്നും വിജിലൻസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ശാസ്ത്രീയ പരിശോധനകൾക്ക് കൂടുതൽ സമയം വേണമെന്ന വിജിലൻസിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചു. MR സജേഷ്, ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഈ വിഷയമാണ് ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ജനാധിപത്യ കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ആന്റണി രാജു, കേരള കോൺഗ്രസ് നേതാവ് ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഡോക്ടർ ബിജു രമേശ്, A റഹീം, J അജിത് കുമാർ എന്നിവർ. ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഒരു ചെറിയ ഇടവേളയിൽ ശ്രീ സജി മഞ്ഞക്കടമ്പൻ, മാണി സാർ 10 കോടിയാണ് ഡോക്ടർ ബിജു രമേശിനെതിരായി മാനനഷ്ടത്തിന് ആദ്യം അപേക്ഷിച്ചത്. പക്ഷേ ഇപ്പോൾ അത് 20 ലക്ഷം മതി എന്ന് പറയുമ്പോൾ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നുണ്ട്. അതിന് ഏറ്റവും പരിഹാസ്യമായ ഒരു കാഴ്ചപ്പാടാണ് മാണി സാർ മാനത്തിൻ്റെ വില കുറച്ചു എന്ന് പറയുന്നത്. എന്താണ് കേരള കോൺഗ്രസിൻ്റെ പ്രതികരണം? അതിനകത്ത് യാതൊരു പരിഹാസ്യമായ ഒരു കാര്യവുമില്ല. കാരണം ഈ ബാർക്കോഴ വിവാദം ശ്രീ ബിജു രമേശ് കെട്ടിച്ചമച്ചതാണെന്നും അദ്ദേഹം ചാനലിലൂടെ KM മാണി സാറ് പണം ചോദിച്ചു എന്നും പണം വാങ്ങിയെന്നുമൊക്കെ പറഞ്ഞ് വളരെ അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചു. അങ്ങനെ ആരോപണം ഉന്നയിച്ചപ്പോൾ ആ ആരോപണത്തിൽ കഴമ്പില്ല, ഇത് ബിജു രമേശ് കളവ് പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാനനഷ്ടത്തിന് അന്ന് കോടതിയിൽ സ്വാഭാവികമായും കേസ് കൊടുത്തു. കേസ് കൊടുത്തപ്പോൾ 20 കോടി രൂപയ്ക്ക് വേണ്ടി 20 കോടി രൂപയ്ക്ക് വെച്ച് കേസ് കൊടുത്തുവെങ്കിലും സ്വാഭാവികമായിട്ടും ബിജു രമേശ് ആ കേസിനെ കോടതിയിൽ എതിർക്കുമെന്ന് കരുതിയില്ല. എതിർക്കുമ്പോൾ സ്വാഭാവികം എന്താ, ഇതിന് കോടതിയിൽ ഫീസ് കെട്ടേണ്ടതുണ്ട്. 20 കോടിക്ക് 10 ലക്ഷം രൂപ ഫീസ് കെട്ടേണ്ടതുണ്ട്. കോടതിയിൽ കേസെടുക്കുന്നതിന് അതിൻ്റെ 10% തുക, 10 കോടി അതിൻ്റെ 10% തുക അടച്ചാൽ മതി. അതായത് 1,73,000 രൂപ കോടതിയിൽ കെട്ടി അങ്ങനെ കേസെടുത്തു. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇനി വേണം ബാക്കി 17 ലക്ഷം രൂപയും കൂടെ വേണമെങ്കിൽ പിരിച്ചെടുത്ത് അടയ്ക്കാം, അല്ലെങ്കിൽ എവിടുന്നേലും സമ്പാദിച്ച് അടയ്ക്കാം, സംഘടിപ്പിച്ച് അടയ്ക്കാം. പക്ഷേ അങ്ങനെ അടച്ച് ഈ ബിജു രമേശ് എന്ന് പറയുന്ന മദ്യവ്യാപാരി അദ്ദേഹത്തിൻ്റെ കഥ നമുക്കറിയാം. വ്യാജ മദ്യം ഒഴുക്കി, അല്ലെങ്കിൽ വൈപ്പിൻ മദ്യദുരന്തം പോലുള്ള മദ്യദുരന്തങ്ങൾ. നമുക്ക് ആ ചർച്ചയിലേക്ക് വേണമെങ്കിൽ പോകാൻ ഇനിയും മിനിറ്റുകൾ ബാക്കിയുണ്ട്. തുടക്കത്തിലെ ചോദ്യം എന്ന് പറയുന്നത് 20 കോടി അല്ലെങ്കിൽ 10 കോടി ചോദിച്ച മാണി സാർ എന്തിനാണ്, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ പിരിച്ചെടുക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ സാധാരണ കേരള കോൺഗ്രസ്സുകാർ മാണി സാറിന് വേണ്ടി പണം വാരിയെറിയും. അതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതൊക്കെ ഉള്ളപ്പോൾ അത് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇപ്പോൾ 20 ലക്ഷം മതി എന്ന് പറയുന്നതിന് മറ്റു ചില വ്യാഖ്യാനങ്ങൾ കൂടിയുണ്ട്. സ്വന്തം മാനം വില കുറച്ച് ആരും കാണിക്കില്ലല്ലോ. അതുകൊണ്ട് ആ പരിഹാസ്യതയിലേക്ക് നമുക്ക് പോകണ്ട. പക്ഷേ ഒരു സെറ്റിൽമെൻറ്റിലേക്ക് പോകാൻ ശ്രമിക്കുന്നു. അതല്ലെങ്കിൽ ഈ പണം ഇപ്പോൾ അടയ്ക്കേണ്ടി വന്നാൽ അതിൻ്റെ സോഴ്സ് പ്രശ്നമായി മാറും. ശ്രീ K ബാബുവിൻ്റെയൊക്കെ കാര്യത്തിൽ ഇപ്പോൾ വിജിലൻസ് പഴയ പ്രസ്താവനകളൊക്കെ എടുത്ത് പരിശോധിച്ചു തുടങ്ങിയിട്ടുണ്ടല്ലോ. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പെടൽ പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ പിന്മാറിയത് എന്ന് പറയുന്നവരുമുണ്ട്. ഒരു കാര്യവുമില്ല, ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ബിജു രമേശ് കോടതിയിൽ ഈ കേസിനെ അറ്റാക്ക് ചെയ്തപ്പോൾ, എതിർത്തപ്പോൾ
സ്വാഭാവികമായിട്ട് ഞങ്ങൾ അല്ലെങ്കിൽ മാണി സാർ 17 ലക്ഷം രൂപ കൂടി കോടതിയിൽ കെട്ടിവെക്കേണ്ടതുണ്ട്. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ ബിജു രമേശ് ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനെതിരെ മാണി സാറിനെതിരെ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ കളവായി അല്ലെങ്കിൽ അദ്ദേഹം ആക്ഷേപിക്കുന്നതിന് വേണ്ടി ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ ലഭിക്കണമെന്ന് ഞങ്ങൾക്കുള്ളൂ. അത് ഇത്ര കോടി തന്നെ 20 അല്ലെ 10 കോടി തന്നെ ലഭിക്കണമെന്ന് ഞങ്ങൾക്ക് വാശിയൊന്നുമില്ല. ഇപ്പോൾ കോടതിയിൽ ശിക്ഷ കിട്ടണമെങ്കിൽ ശ്രീ സജി മഞ്ഞക്കടമ്പൻ ബിജു രമേശിന് അതൊരു ശിക്ഷയായി തോന്നണ്ടേ? ബിജു രമേശിനെ സംബന്ധിച്ചിടത്തോളം 20 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ ഇവിടെ സാധാരണ മലയാളികൾക്കൊക്കെ അറിയാം. അത് ബിജു രമേശ് എങ്ങനെ പറയുന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അദ്ദേഹത്തിനൊരു ശിക്ഷയല്ല. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കളിക്ക് നിൽക്കാൻ വേണ്ടി 20 ലക്ഷം രൂപ അദ്ദേഹം വേണമെങ്കിൽ നാളെ തന്നെ തന്ന് ഈ മെനക്കേടിനില്ല, ആളുകൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് വേണമെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ ചിന്തിക്കുന്ന പോലെ വേണമെങ്കിൽ ചിന്തിച്ച് കളയാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു സെറ്റിൽമെന്റിലേക്ക് പോവുകയാണോ നിങ്ങൾ? ഞാൻ പറഞ്ഞ അല്ല, ബിജു രമേശിന് ശിക്ഷ എന്ന് പറഞ്ഞാൽ ഇത് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കണം. ഇനിയും നാളെ മാന്യന്മാരായ ആളുകൾക്കെതിരെ ആരെങ്കിലും ഇങ്ങനെ അനാവശ്യമായി എന്തെങ്കിലും പറഞ്ഞാൽ, അല്ലെങ്കിൽ വായിക്ക് തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറയുന്നത് പോലെ വ്യക്തി വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ അത് നടപടി ഉണ്ടാവും എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമേ പാർട്ടി ലക്ഷ്യപ്പെട്ടിട്ടുള്ളൂ. അവർക്കൊരു മാതൃകയായി ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്നത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ മാണി സാർ ഒരു കളിയിൽ പെട്ടിരിക്കുകയാണോ? അതല്ലാതെ ബിജു രമേശിന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ലേ? ഈ 10 കോടി പോലും പോരാ എന്ന് പറയുന്ന കേരള കോൺഗ്രസ്സുകാരുണ്ട്. അദ്ദേഹത്തോട് 1000 കോടി അദ്ദേഹത്തിൻ്റെ സ്വത്ത് മുഴുവൻ ചോദിക്കൂ എന്ന് പറയുന്നവരുണ്ട്. അതിനുവേണ്ടി സാധാരണ കേരള കോൺഗ്രസ്സുകാർ പണം വാരിയെറിയാം എന്ന് കരുതുന്നവരുണ്ട്. അവരുടെ കൂട്ടത്തിൽ എന്തുകൊണ്ടാണ് മാണി സാർ നിൽക്കാത്തത്? അവരുടെ കൂട്ടത്തിൽ നിൽക്കാത്തത് ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ കേരള കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ മാണി സാറിനോ ബിജു രമേശ് അനധികൃതമായി സമ്പാദിച്ച സ്വത്ത് അത് പിടിച്ചു വാങ്ങി ഇവിടെ ഞങ്ങൾക്ക് അത് പ്രയോജനപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് സത്യത്തിൻ്റെ പണമല്ല. ഒന്ന് ഞാൻ പറയാം, അത് നിൽക്കട്ടെ. രണ്ട്, ഞാൻ പറഞ്ഞു ഞങ്ങളെ സംബന്ധിച്ച് 1,73,000 രൂപ കോടതിയിൽ കെട്ടിയിട്ടുണ്ട്. ആ 1,73,000 രൂപ ഇപ്പോൾ കെട്ടിയതനുസരിച്ച് 20 ലക്ഷം രൂപയ്ക്ക് ഇപ്പോൾ ആ കേസിന് നമുക്ക് സാധ്യതയുള്ളൂ. അതുകൊണ്ട് ഒരു കൂടുതൽ തുക അടയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നിങ്ങൾ പറയുന്നത് സെറ്റിൽമെന്റ് ആണെങ്കിൽ ഞങ്ങൾക്ക് ഈ കേസൊക്കെ പിൻവലിച്ചാൽ മതിയല്ലോ. ബിജു രമേശുമായിട്ട് ഞങ്ങൾ പക്ഷേ ഇപ്പോ ഏറ്റവും മുഴച്ചു നിൽക്കുന്ന ഒരു വാദം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ KM മാണി സാർ നിരപരാധിയാണ് എന്ന് വരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഉറച്ചു നിൽക്കണം ബിജു രമേശിനെതിരായി ശക്തമായി മാനനഷ്ട കേസിൽ. അതിവിടെ കാണുന്നില്ല. ആ നിലയ്ക്ക് ഈ ആരോപണം ബിജു രമേശ് ഉന്നയിച്ചത് ശരിയാണ് എന്ന് വരുന്നു ശ്രീ സജി മഞ്ഞക്കടമ്പൻ. ഒരിക്കലുമില്ല. ഞാൻ പറയട്ടെ, ഉറച്ചു തന്നെയാണ് നിൽക്കുന്നത്. കേസിൽ നിന്ന് പുറകോട്ട് പോയിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ, കേസിൽ നിന്ന് പുറകോട്ട് പോയോ? യാതൊരു കാരണവശാലും കേസിൽ നിന്ന് പുറകോട്ട് പോകുന്ന വിഷയമില്ല. ഇപ്പോൾ ഞാൻ പറയും, ഇപ്പോൾ ഈ കേസ് ഇപ്പോൾ ബിജു രമേശിനെതിരെ വിധിച്ചാൽ ബിജു രമേശ് 21,73,000 രൂപ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട മാണി സാർ കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് ഈ 1,73,000 രൂപയും അത് ബിജു രമേശിനാണ് ഈടാക്കുന്നത്. അപ്പം ഞങ്ങൾ പറഞ്ഞത് ഇതിനകത്ത് പുറകോട്ട് പോയി എന്നൊക്കെ ആർക്കും എന്ത് പറയാം. ഞാനൊരു കാര്യം, ഇന്ന് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ചർച്ചയ്ക്ക് പോലും സാധ്യതയില്ല. ഒരു കാരണമില്ലാത്ത കാര്യം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുന്ന കാര്യങ്ങൾ അത് കേരള കോൺഗ്രസിനെ മോശമാക്കാൻ വേണ്ടി 20 ലക്ഷത്തിലേക്ക് മാറുന്നു. ഈ മാനനഷ്ട കേസ് വലിയ കാര്യമല്ല എന്ന് പറയുന്നു. ബിജു രമേശിന്റെ പണം കൊണ്ട് ജീവിക്കേണ്ട എന്ന് പറയുന്നു. സാധാരണക്കാരായ കേരള കോൺഗ്രസ്സുകാരുടെ പണം പോലും വാങ്ങി അവരുടെ അഭിമാനത്തെ ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി ശ്രമിക്കാതിരിക്കുന്നു. അതൊരു വാർത്ത തന്നെയാണ് ചർച്ച ചെയ്യേണ്ട കേരള രാഷ്ട്രീയ സമൂഹത്തിന്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, അതിൽ എന്തുകൊണ്ട് പിന്നോട്ട് പോകുന്നു എന്നുള്ളതിന് ഈ വാദങ്ങളൊന്നും പോരാ. ഞാൻ പറഞ്ഞല്ലോ, ഈ വാദങ്ങൾ ഞങ്ങൾ പറഞ്ഞല്ലോ. ഞങ്ങൾ കേസ് കൊടുക്കുമ്പോൾ ബിജു രമേശ് കോടതിയിൽ അതിനെ എതിർക്കുന്നില്ല എങ്കിൽ ഈ 1,73,000 രൂപയ്ക്ക് കേസ് നടക്കും. അദ്ദേഹം കോടതിയിൽ നിർത്തും. ഞങ്ങൾക്ക് എന്തിനു വേണ്ടി ഇനി 17 ലക്ഷം രൂപകളിൽ അല്ലെങ്കിൽ നാട്ടിൽ നൽകി കേരള കോൺഗ്രസ് പ്രവർത്തകർ പിരിച്ചെടുത്ത് ഈ കോടതിയിൽ കെട്ടണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എടുപ്പിക്കുക എന്നാണ് ഇവിടെ പല അതിഥികളും വന്ന് ചർച്ചയിൽ പങ്കെടുത്ത് പറഞ്ഞത്. ബിജു രമേശ്
അതിനുവേണ്ടി അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവൻ പിടിച്ചെടുക്കാനും അങ്ങയുടെ നേതാവിനെതിരായി കള്ളപ്രചാരണം നടത്തി ആരോപണം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായ ശിക്ഷ വാങ്ങിക്കൊടുക്കാനും ഒരു ശിക്ഷയാണ് എന്ന് ബിജു രമേശിന് തോന്നുന്ന രീതിയിൽ ഒരു അപേക്ഷയെങ്കിലും കോടതിയിലേക്ക് ഒരു പ്രേയറെങ്കിലും വെക്കാൻ പറ്റുന്നില്ല. കോടതി ബാക്കി വിധിക്കട്ടെ. അതുപോലും നിങ്ങൾ ചെയ്യാതിരിക്കുന്നത് ലജ്ജാവഹമാണ്. ഒരു ലജ്ജാവഹവുമല്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ബിജു രമേശിന്റെ പണം മുഴുവൻ തിരികെ പിടിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങളുടെ ലക്ഷ്യം KM മാണി സാറിനെതിരെ ബിജു രമേശ് എന്ന് പറഞ്ഞ മദ്യവ്യാപാരിയും ചില രാഷ്ട്രീയ നേതാക്കന്മാരും കൂടി നടത്തിയ ഗൂഢാലോചനയാണ് എന്ന് ജനത്തെ ബോധ്യപ്പെടുത്തുക. നിജസ്ഥിതി കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക. അത് മാത്രമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ബിജു രമേശിന്റെ പണം വാങ്ങി ഞങ്ങൾ സമ്പന്നരാകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ ആ പണം ഉപയോഗിച്ചുകൊണ്ട് പാർട്ടി ഓഫീസ് പണിയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾക്കത് ആവശ്യമില്ല. ഡോക്ടർ ബിജു രമേശ്, താങ്കൾ എങ്ങനെയാണ് 10 കോടി രൂപ കൊടുക്കേണ്ടി വരികയാണെങ്കിൽ 10 കോടി രൂപ കൊടുക്കേണ്ടി വരുന്നതാണ് താങ്കളുടെ അവസ്ഥ കുറച്ച് മുൻപ് വരെ, ഇന്നലെ വരെ. ഇന്നിപ്പോൾ 20 ലക്ഷമേ വരുന്നുള്ളൂ. ഈ കളിക്ക് താങ്കളുണ്ടോ? തുടക്കത്തിൽ മാണി സാറിൻ്റെ ഭരണമായിരുന്നു, അവരുടെ അധികാരമായിരുന്നു. മാണി സാറിന് കേസ് അട്ടിമറിക്കാൻ കഴിയുമെന്നുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ ശക്തമായി ഉണ്ടായിരുന്നുകൊണ്ടാണ് 10 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് അയക്കുകയും അത് 10 കോടി രൂപയ്ക്ക് വേണ്ടി ആദ്യം ഇനിഷ്യലായിട്ടുള്ള 10% കെട്ടിവെക്കുകയും ചെയ്തത്. ഈ സജി മഞ്ഞക്കണമ്പൻ എന്തൊക്കെയോ അറിവില്ലാതെ വിവരമില്ലാതെ സംസാരിക്കുന്നതായിട്ടാണ് കണ്ടത്. കേസൊന്നും തുടങ്ങിയിട്ടില്ല, ഞാൻ ശക്തമായി എതിർക്കുകയോ ഒന്നും തുടങ്ങിയിട്ടില്ല, ട്രയലും തുടങ്ങിയിട്ടില്ല, ഞാൻ ശക്തമായി എതിർക്കാനും തുടങ്ങിയിട്ടില്ല, ഞങ്ങൾ ആർഗ്യുമെൻ്റ് ഒന്നും ആയിട്ടില്ല. അതിനു മുമ്പ് തന്നെ മാണി സാർ വന്ന് 20 ലക്ഷം രൂപ മാണി സാറാണ്, ഞങ്ങളാരും ഇതുവരെ എതിർക്കുക കേസിന്റെ വിചാരണയോ ട്രയലോ ഒന്നും തുടങ്ങിയിട്ടില്ല. അതുപോലും അറിയാതെ വന്ന് സംസാരിക്കുന്നത്. രണ്ടാമത് സംസാരിക്കുന്ന ചാരായ ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത്, മാണിസാറിന്റെ മക്കളെ കല്യാണം കഴിച്ചിരിക്കുന്ന കേരളത്തിലെ പ്രമുഖ ചാരായ കച്ചവടക്കാരുടെയാണ് മകളെ കെട്ടിച്ചയച്ചേക്കുന്നത്. സജിക്ക് അറിഞ്ഞുണ്ടെങ്കിൽ മനസ്സിലാക്കുക. അപ്പോൾ അവരൊക്കെ പ്രമുഖമായിട്ടുണ്ടായ ചാരായ കച്ചവടക്കാരായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ ബാറുകളുണ്ട്, കുറേ അവർക്കുണ്ട്, റിസോർട്ടുകളുണ്ട്, ഒരുപാട് പുറമ്പോക്ക് സ്ഥലങ്ങൾ. ഐസോലോഡി കോക്കോ എന്ന് പറഞ്ഞ തിരുവനന്തപുരത്ത് ഇടയ്ക്ക് തന്നെ 4 ഏക്കർ പുറമ്പോക്ക് ആ വസ്തുവിനകത്തുണ്ടെന്നുള്ള തഹസിൽദാരുടെ സർട്ടിഫിക്കറ്റ് വരെ കള്ളപ്പണവും ചാരായവും ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ബിജു രമേശിന്റെ പണം ആവശ്യമില്ല. ഞങ്ങൾക്ക് ബിജു രമേശ് സമ്പാദിച്ച പണം ഞങ്ങൾക്ക് ആവശ്യമില്ല. എന്തിനാ സൗര 10 കോടി വേണമെന്നും പറഞ്ഞുകൊണ്ട് 10 കോടി മേടിച്ചെടുക്കുമെന്ന് ശക്തമായി TV പറഞ്ഞില്ലേ മാണി സാറ്? അപ്പൊ കേസ് ഇപ്പൊ മാണി സാർ പ്രതിയായി ജയിലിൽ പോകുന്നുള്ള അവസ്ഥ എത്തിയപ്പോൾ 10 കോടിക്ക് ചോദിച്ചു തെളിയുമെന്ന അവസ്ഥ വന്നപ്പോൾ സാഹചര്യത്തിൽ KM മാണി സാർ ജയിലിൽ പോകുന്നു ഞങ്ങൾക്കൊരു ഭയവുമില്ല. മാണി സാറിന് കേസ് ഇപ്പൊ മാണി സാറിന് മനസ്സിലായി. ആദ്യം മാണി സാർ വെച്ച് പോരണമെങ്കിൽ എല്ലാവരും എന്റെ എത്രയോ പ്രാവശ്യം മാണി സാർ പൈസ മേടിച്ചിട്ടുണ്ട് സഹോദര. അപ്പൊ ആ പൈസ ഒന്നും ബാറ് നടത്തുന്ന മുതലാളിയുടെ പൈസ മേടിച്ചോളും പൈസ അല്ലേ? അപ്പൊ നിരവധി പേരെ ആരെ കണ്ടാലും പൈസ വാങ്ങിക്കുന്ന മാണി സാറിന്റെ ഒരു പ്രകൃതമാണ്. അദ്ദേഹത്തിനെ കുറ്റം പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞത് വ്യക്തമായും പച്ചക്കള്ളമാണ് തെളിഞ്ഞല്ലോ. നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങളുടെ ഡ്രൈവർ കണ്ടുവെന്ന്. KM മാണി സാറിന് നിങ്ങൾ തിരുവനന്തപുരത്ത് വീട്ടിൽ കൊണ്ടുപോയി പണം കൊടുക്കുന്നത് നിങ്ങളുടെ ഡ്രൈവർ സാക്ഷി പറയിപ്പിച്ച് KM മാണി സാറിനെ കൊടുക്കാമെന്ന് നിങ്ങൾ വിചാരിച്ചു. നിങ്ങൾ വ്യാമോഹം മാത്രമാണ്. മാണി സാർ പൈസ മേടിക്കണവരെ കേരളത്തിൽ ആർക്കെ അറിഞ്ഞൂടത്തെ? ഏത് ബിസിനസ്സുകാരനോട് ചോദിച്ചൊക്കെ ഒരാളെ കണ്ട അപ്പ ചോദിക്കണം എന്ത് കൊണ്ടുവന്നിട്ടുണ്ടെന്ന് ചോദിക്കുന്നതായിരുന്നു മാണി സാറിന്റെ അവസാന കാലഘട്ടത്തിലുള്ള എല്ലാവരോടും. ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല, നല്ല മനുഷ്യനാണ്, സ്നേഹമുള്ള മനുഷ്യനാണ്. പക്ഷേ പൈസയുടെ അമിതമായ ആഗ്രഹമുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിക്ക് കാലഘട്ടത്തിൽ ബിജു രമേശ് അല്ലാതെ മറ്റാരും പറഞ്ഞിട്ടില്ല. എന്റെ എത്രയോ പ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് മാന്യനായ സമൂഹത്തിൽ മാന്യതയുള്ള ഏതെങ്കിലും വ്യക്തി KM മാണി സാർ പണം വാങ്ങിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെയാണ് ഞാൻ ഈ നിങ്ങളുടെ രണ്ടുപേരുടെ ഇടയിൽ നിൽക്കുന്നത്. അങ്ങ് പറയേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ ശ്രീ സജി മഞ്ഞക്കടമ്പൻ. മാന്യതയുള്ള ആളുകൾ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന് വലിയ വെല്ലുവിളി നടത്തുന്ന താങ്കൾ പറയേണ്ടത് KM മാണി സാറിന് മാന്യതയുണ്ട് എന്ന് ജനങ്ങളുടെ മുമ്പിൽ
തെളിയിക്കുക എന്നുള്ളതാണ്. കെ എം മാണി സാറിന്റെ മാന്യത എത്രത്തോളമാണ് എന്നുള്ളത് തെളിയിക്കുന്നത് അങ്ങ് ആവശ്യപ്പെട്ട 10 കോടി രൂപ അല്ലെങ്കിൽ കെ എം മാണി സാർ ആവശ്യപ്പെട്ട 10 കോടി രൂപ അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. സഹോദരൻ ബഹളം വെക്കണ്ട, സഹോദരൻ ബഹളം വെച്ച് ബഹളം പ്രശ്നമാക്കണ്ട, ശാന്തമാവും. അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വിജിലൻസ് കോടതി കേസുണ്ടായിരുന്നു. 8 പേരുടെ മൊഴി എടുത്തു എന്ന് പറഞ്ഞു. താങ്കൾക്ക് ഭയമില്ല എങ്കിൽ മാണി സാർ ഭയക്കുന്നു അമൗണ്ട് താഴ്ത്തിയത്. മാണി സാർ ഭയമില്ലെങ്കിൽ എന്തിനാണ് ജോസ് കെ മാണി എനിക്ക് 10 കോടി രൂപ തരാമെന്ന് പറയും? ജോൺ സംസാരിക്കുകയൊക്കെ ചെയ്ത് എന്തിനാണ് രാധാകൃഷ്ണൻ എന്റെ ഓഫീസിൽ പറഞ്ഞയച്ച് ജോസ് കെ മാണി ആ ഫോണിൽ വിളിച്ച് എനിക്ക് 10 കോടി രൂപ തരാമെന്ന് പറഞ്ഞത്? ഭയമില്ലാത്തവൻ എന്തിനാണ് എനിക്ക് പൈസയുമായിട്ട് നടക്കുന്നത്? ഇതൊക്കെ വെറുതെ. ഡോക്ടർ ബിജു രമേശ് ഒരു മിനിറ്റ് ഡോക്ടർ ബിജു രമേശ് താങ്കൾ ദയവായി തുടരുക. ശ്രീ സജി മഞ്ഞക്കടമ്പൻ താങ്കൾ എന്റെ ചോദ്യത്തിലേക്ക് വരിക. ദയവായി സമയം വെറുതെ നശിപ്പിക്കരുത്. എന്റെ ചോദ്യത്തിലേക്ക് വരിക. ശ്രീ സജി മഞ്ഞക്കടമ്പൻ പറഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള ജീവിതകാലത്തിൽ പിടിക്കാൻ പാടില്ല എന്നാണ് സജി പറയുന്നത്. എനിക്ക് മനസ്സിലാക്കാൻ ഞാൻ 50 വർഷം കള്ളത്തരവും കൊള്ളയടിക്കലും ജനങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് ജീവിച്ചു. അതുകൊണ്ട് എന്നെ ഇനി എന്റെ ശിഷ്ട ജീവിതത്തിൽ യാതൊരു കാരണവശാലും അതിന്റെ മൗലിക അവകാശമായി ഈ കൈക്കൂലി വാങ്ങിക്കുന്നത്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ എന്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയുന്നുണ്ടോ? സജി മഞ്ഞക്കടമ്പൻ എന്റെ ചോദ്യത്തിന് അങ്ങ് ഉത്തരം പറയുന്നുണ്ടോ? ഇത്രയും കൈക്കൂലിക്ക് വേണ്ടി വന്നിട്ട് സംസാരിക്കുക എന്നെ കഷ്ടമല്ലേ? കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങിക്കുന്ന ശ്രീ കെ എം മാണി സാർ കൊടുത്ത പദ്ധതിയാ. ശ്രീ സജി മഞ്ഞക്കടമ്പൻ ചേർന്ന കാര്യമല്ലാത്തതുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ നിർത്തണമെന്നുള്ളതുകൊണ്ടാണ് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടായെങ്കിലും ഇതിൽ ഉറച്ചു നിൽക്കുക. നിങ്ങളെല്ലാം എല്ലാം കൂടെ പ്ലാൻ ചെയ്തില്ലേ എന്നെ വിധിക്കാൻ എന്നെ കൊന്നുകളയോ എന്ന് പറയും നിങ്ങളുടെ ജനറൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞു. ഡോക്ടർ ബിജു രമേശ് ദയവായി ഡോക്ടർ ബിജു രമേശ് ദയവായി ഞാൻ ഭീഷണിപ്പെടുത്താൻ പോയത് ഡോക്ടർ ബിജു രമേശ് ദയവായി ശ്രീ സജി മഞ്ഞക്കടമ്പൻ എന്റെ ചോദ്യം ഇതാണ്. ഇത്രമാത്രം ഡോക്ടർ ബിജു രമേശിന്റെ മാന്യതയും അദ്ദേഹത്തിന്റെ പാരമ്പര്യവും ഒന്നും അങ്ങ് ഇപ്പോൾ അളക്കേണ്ടതില്ല. ഈ കെ എം മാണി സാറിന്റെ കാര്യത്തിൽ അങ്ങേക്കും അങ്ങയുടെ പാർട്ടിക്കാർക്കും തെളിയിക്കാൻ പറ്റുന്ന ഒരു അവസരമായിരുന്നു. അത് കളഞ്ഞു കുളിച്ചില്ലേ? ആ ചോദ്യത്തിന് ഉത്തരം പറയാതെ ചാനലിൽ ഈ ചർച്ചയ്ക്ക് വന്നിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമുണ്ടാക്കി ആളുകളുടെ കണ്ണിൽ പൊടിയിടുക എന്ന തന്ത്രമാണോ ഇന്ന് കേരള കോൺഗ്രസ് എം പയറ്റുന്നത്? ഒരു കാര്യം ഞാൻ പറയട്ടെ, ബിജു രമേശ് പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ബിജു രമേശ് മിണ്ടാതിരിക്കുക. ബിജു രമേശ് പറയുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കാം. ഡോക്ടർ ബിജു രമേശ് ദയവായി അങ്ങ് 1 മിനിറ്റ് മിണ്ടായിരിക്കുക. എനിക്ക് ഒറ്റ ചോദ്യത്തിന് ഉത്തരം ശ്രീ സജി മഞ്ഞക്കടമ്പൻ തരണ്ടേ? അതൊന്നും കേട്ടോണ്ടിരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ടാണ് പറയുന്നത്. ഈ ബിജു രമേശിനെ അങ്ങേക്ക് കോടതിയിൽ വരുത്താമായിരുന്നല്ലോ. 20 കോടി രൂപ അവിടെ വയ്പ്പിക്കാമായിരുന്നല്ലോ. 10 കോടി രൂപ അത് വേണ്ട എന്ന് അങ്ങയുടെ പാർട്ടിയും അങ്ങയുടെ നേതാവും തീരുമാനിച്ചത് എന്തിനാണ്? പിന്നെ എന്നിട്ട് ഇവിടെ വന്നു നിന്ന് ഇത്രയും പാചകം അടിക്കുന്നത് എന്തിനാണ്? അങ്ങനെ മാണി സാറിന്റെ മക്കളെ ഒന്നും ചാരായ കച്ചവടമുള്ള മക്കളെ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞങ്ങൾക്കറിയാവുന്ന അദ്ദേഹത്തിന്റെ മകൻ ജോസ് കെ മാണി, അദ്ദേഹം ചാരായ കച്ചവടം ഇന്ത്യൻ പാർലമെന്റിലെ മെമ്പറാ. കേരളത്തിലെ 20 എംപിമാരിൽ അല്ലെങ്കിൽ കേരളത്തിലെ അല്ലെങ്കിൽ മാതൃക MP ജോസ് കെ മാണി, അദ്ദേഹത്തിന് കള്ളു കച്ചവടം ഞങ്ങൾക്കറിയില്ല. ഒറ്റ ചോദ്യം ഒരു അവസരം ഞാൻ താങ്കൾക്ക് തരികയാണ്. എനിക്ക് മറ്റ് അതിഥികളിലേക്കും പോകണം. ശ്രീ സജി മഞ്ഞക്കടമ്പൻ ഈ 10 കോടി രൂപ ചോദിച്ചുകൊണ്ട് അതിൽ ഉറച്ചു നിന്നുകൊണ്ട് ബിജു രമേശിനെ പാഠം പഠിപ്പിക്കാൻ അതിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് ബിജു രമേശിന്റെ കള്ളപ്പണം വേണ്ട എന്നോ അല്ലെങ്കിൽ അദ്ദേഹം കള്ളുകച്ചവടം നടത്തിയ പണം വേണ്ട എന്നൊക്കെ ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തെ വരച്ച വരയിൽ നിർത്തി ജയിലിലടയ്ക്കാനോ കോടതിയിൽ കൊണ്ടുവരാനോ തെളിവുകൾ നിരത്താനോ അങ്ങയ്ക്കും അങ്ങയുടെ പാർട്ടിക്കും സാധിക്കുമായിരുന്നു. ഇപ്പോൾ അടയ്ക്കുന്ന പണം അതിനോടൊപ്പമുള്ള കോർട്ട് ഫീസ് ഉൾപ്പെടെ തിരിച്ചു വാങ്ങാമായിരുന്നു, ജനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാമായിരുന്നു. ആ അന്തസ്സ് നിലനിർത്താൻ പറ്റുന്ന ഒരു അവസരത്തെ കളഞ്ഞു കുളിച്ചിട്ട് ഇങ്ങനെ ചാനലിൽ വന്ന് ബിജു രമേശിനെ തെറി വിളിച്ചിട്ട് കാര്യമുണ്ടോ? അല്ല, ഒരു കാര്യം പറയട്ടെ, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ കേസൊന്നും പുറകോട്ട് പോയിട്ടില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ 1,73,000 രൂപ കോടതിയിൽ ഫീസ് കെട്ടിയിട്ടുണ്ട്. ആ ഫീസ് കെട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്ന കേസിന്റെ പണം ഞങ്ങൾക്ക് ലഭിച്ചാൽ മതി. അല്ലെങ്കിൽ ബിജു രമേശിനെ അവരുടെ പണം മുഴുവൻ അദ്ദേഹത്തിന്റെ പണം മുഴുവൻ കേരള കോൺഗ്രസ് പാർട്ടിക്ക് മുതലാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ പറഞ്ഞു.
ഇവിടെ ഇനി കൂടുതൽ 17 ലക്ഷം രൂപ അല്ലെങ്കിൽ ഇനി ഈ 10 കോടി രൂപയുടെ കേസ് നടക്കണമെങ്കിൽ 17 ലക്ഷം രൂപ കൂടി ശ്രീ സജി മഞ്ഞക്കടമ്പൻ 10 കോടി രൂപയ്ക്കാണ് അന്ന് കൊടുത്തത്. അതിന്റെ പേരിലാണ് കേരള കോൺഗ്രസിന്റെ അണികളൊക്കെ റോഡിൽ നിന്ന് ബിജു രമേശിനെ തെറിവിളിച്ചതും മറ്റുള്ളവരെയും ഒക്കെ ഈ ആരോപണം 10 കോടി രൂപ ഇപ്പോൾ ബിജു രമേശിന് വാങ്ങിച്ചുകൊണ്ട് വരും ഞങ്ങളുടെ നേതാവ് എന്നാണ് പറഞ്ഞത്. അതാണ് ബിജു രമേശിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷ. ശിക്ഷ വ്യക്തമായി മാണിസാറിന് മനസ്സിലായതുകൊണ്ടാണ് നോട്ടീസ് അയക്കുന്ന സമയത്ത് മാണിസാറിന് വ്യക്തമായിട്ട് അറിയാം ഇത്ര ശതമാനമാണ് കെട്ടിവെക്കേണ്ടതെന്ന്. അപ്പൊ 10% കെട്ടിവെക്കുകയും ആദ്യം നോട്ടീസ് കേസ് ഫയൽ ചെയ്തു. അപ്പൊ അപ്പോഴൊക്കെ 10 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് നിൽക്കുകയും 10 കോടി രൂപ വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ അന്നത്തെ മാണിസാർ കുറച്ച് വെക്കാത്തത് ബിജു രമേശിന് ഞാൻ ഒരു രൂപ മതി എന്ന് പറയാത്തത് ഇത് 1 ലക്ഷം 1.5 ലക്ഷം ഒന്നും കെട്ടിവെക്കേണ്ടായിരുന്നല്ലോ. ഞങ്ങൾക്ക് നിങ്ങളുടെ പണത്തിനോട് ആക്രാന്തമില്ല. ആരാ പറഞ്ഞത്? അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന 20 ലക്ഷം രൂപ ഞങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ കോടതി ശിക്ഷിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഒറ്റ കാര്യം പറയാൻ എനിക്ക് അവസരം എന്താ, ബിജു രമേശ് പറഞ്ഞത് എന്താ, ശ്രീ സജി മഞ്ഞക്കടമ്പൻ അങ്ങനെയാണെങ്കിൽ ഈ 20 ലക്ഷം രൂപ എന്തിനാ ചോദിച്ചത്? ഒരു ടോക്കൺ എമൗണ്ട് ആയിട്ട് ഒരു 100 രൂപ പറഞ്ഞാൽ പോരായിരുന്നു? അതൊക്കെ തെളിയിച്ചോളൂ സജി, അതിലേക്ക് കിടക്കണ്ട. അതൊക്കെ വിജിലൻസ് തെളിയിച്ചോളൂ, അതൊക്കെ തെളിയുള്ളൂ. അതെല്ലാം തെളിയുന്ന വിഷയങ്ങളാണ് എന്ന് പറയുന്ന നിങ്ങൾ ഡ്രൈവർ അന്ന് മാണിസാറിന്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ ക്ലിപ്പ് ഹൗസ് ആ വിഷയത്തിലേക്ക് നമുക്ക് ഇപ്പൊ പോകുന്നതിന് സമയം ഇല്ല. ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ബിജു രമേശ് ഒപ്പം ശ്രീ സജി മഞ്ഞക്കടമ്പൻ ഞാൻ തിരിച്ചെത്താം. നമുക്ക് മറ്റ് അതിഥികളുടെ കൂടി കാഴ്ചപ്പാടുകൾ ഈ കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട്. ശ്രീ ആന്റണി രാജു, താങ്കൾ ഈ വിഷയം ഉണ്ടായ കാലഘട്ടത്തിൽ കേരള കോൺഗ്രസ് മാണി വിഭാഗത്തോടൊപ്പം ഉണ്ടായിരുന്ന നേതാവാണ്. അതിൻ്റെ പല തുടർച്ചയുമായിട്ടുണ്ടായ പ്രകമ്പനങ്ങൾക്കൊടുവിലാണ് താങ്കൾ ഇപ്പോൾ ആ പക്ഷത്തു നിന്ന് മാറി ഇടതുപക്ഷത്തേക്ക് വന്നു നിൽക്കുന്നത്. ഈ പറയുന്ന രീതിയിൽ 10 കോടി രൂപ ചോദിച്ച KM മാണി സാർ ഇപ്പോൾ 20 ലക്ഷം മതി എന്ന് പറയുന്നതിന് പറയുന്ന ന്യായീകരണം വിശ്വസിക്കാൻ പറ്റുന്നതാണ്? ഡോക്ടർ ലാൽ, 2014 ഒക്ടോബർ മാസം 31-ാം തീയതിയാണ് ശ്രീ ബിജു രമേശ് ഇത്തരം ഒരു മാണി സാറിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. 2014 നവംബർ മാസം 20-ാം തീയതി അതിനുശേഷം ആദ്യമായിട്ട് തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ ചേർന്ന ഉന്നതാധികാര സമിതി യോഗമാണ് ചർച്ച ചെയ്ത് പാർട്ടി തീരുമാനമെടുത്തതാണ് 10 കോടി രൂപയ്ക്ക് കേസ് ഫയൽ ചെയ്യാൻ ബിജു രമേശിനെതിരെ. പക്ഷേ ഇന്ന് ഏകപക്ഷീയമായി ശ്രീ KM മാണി ആ 10 കോടി എന്നുള്ളത് 20 ലക്ഷമായി കുറച്ചിരിക്കുന്നു. ഇവിടെ ശ്രീ സജി മഞ്ഞക്കടമ്പൻ ഒരു വാചകം പറഞ്ഞു, ഞങ്ങൾക്ക് പണമല്ല ആവശ്യം, ഞങ്ങൾക്ക് ബിജു രമേശിനെ ശിക്ഷിക്കുകയാണ് ആവശ്യം, ബിജു രമേശിൻ്റെ ശിക്ഷയാണ് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ബിജു രമേശിൻ്റെ ശിക്ഷയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തിനാണ് പണം ചോദിച്ചുകൊണ്ട് സിവിൽ കേസ് ഡാമേജ് നഷ്ടപരിഹാരം ചോദിച്ചത്? അങ്ങനെ ആയിരുന്നെങ്കിൽ ബിജു രമേശിന് ഇതിൻ്റെ പേരിൽ ശിക്ഷിക്കണമെന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമെങ്കിൽ നിങ്ങൾ ക്രിമിനൽ കേസ് കൊടുക്കുകയായിരുന്നല്ലോ വേണ്ടല്ലോ മജിസ്ട്രേറ്റ് കോടതിയിൽ. ഒരു പൈസ പോലും ചോദിക്കാതെ ഞങ്ങൾക്ക് ഉണ്ടായ ഡാമേജസിന് ഇയാളെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ക്രിമിനൽ കേസ് കൊടുക്കാൻ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ വകുപ്പുള്ളപ്പോൾ 10 കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് അന്ന് കേസ് കൊടുത്തു. ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ KM മാണിയുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒന്നുകിൽ ആ പാർട്ടിയുടെ വില 10 കോടിയിൽ നിന്ന് 20 ലക്ഷത്തിലേക്ക് ഇടിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ ഈ കേസ് തീർച്ചയായിട്ടും പരാജയപ്പെടും. അതുകൊണ്ട് കോർട്ട് ഫീ കെട്ടിവെക്കുന്ന പണം കൂടി നഷ്ടപ്പെടും എന്നുള്ള ഉറച്ച ഒരു തീരുമാനം അല്ലെങ്കിൽ ഉറച്ച ഒരു മുന്നറിയിപ്പ് അദ്ദേഹത്തിന് നിയമോപദേശം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം നല്ലോണം മനസ്സിലാക്കിയിരിക്കുന്നു 20 ലക്ഷം കൂടെ കളഞ്ഞ് വെറുതെ നാണം കെടേണ്ട കാര്യമില്ല. കേസ് എന്തായാലും തോക്കും. ഇനിയിപ്പോൾ 20 ലക്ഷം കളഞ്ഞ് കേസും തോറ്റ് 20 ലക്ഷവും പോകണ്ട, പോയാൽ എന്തായാലും കെട്ടിവെച്ച 1 ലക്ഷം രൂപ 1,73,000 പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നുള്ളൊരു ധാരണയിലായിരിക്കാം മാണി സാർ ഇപ്പോൾ ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. അല്ലാതെ സജി മഞ്ഞക്കടമ്പൻ പറയുമ്പോൾ പോലെ അന്ന് 10 കോടി എന്തിന് നിങ്ങൾ അന്ന് 10 കോടി ചോദിച്ചു? ഈ പാർട്ടി തീരുമാനമെടുത്തതല്ലേ? നിങ്ങൾ ഈ 20 ലക്ഷമായി കുറയ്ക്കാൻ നിങ്ങളുടെ പാർട്ടി കമ്മിറ്റി തീരുമാനിച്ച ഇതൊരു അറിയിപ്പ് വന്നിട്ടില്ലല്ലോ. അപ്പോൾ പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി മാണി സാർ ഏകപക്ഷീയമായി 20 ലക്ഷമായി കുറച്ചുവെങ്കിൽ സ്വയം അദ്ദേഹത്തിന് ബോധ്യം വന്നു, ഒന്നുകിൽ ഞാൻ സ്വയം എൻ്റെ വില എൻ്റെ മാനം ഇടിഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യം വന്നിരിക്കുന്നു ഈ കേസ് പരാജയപ്പെടാൻ പോകുന്നു എന്നുള്ളത്. യെസ്, ശ്രീ സജി മഞ്ഞക്കടമ്പൻ അതിന് മറുപടി പറഞ്ഞിട്ട് അടുത്ത അതിഥികളിലേക്ക് പോകാം. ഇവിടെ നമുക്കറിയാം ഇവിടെ ആരുടെയൊക്കെയാണ് വില ഇടിഞ്ഞിരിക്കുന്നത്. നമ്മൾ കണ്ട കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കണ്ടു, വില ഇല്ലാത്തവരാ സംസാരിക്കുന്നത്. രാജിവെച്ച ആളാണല്ലോ സജീവ് മഞ്ഞക്കടമ്പൻ. കൂടുതൽ പുണ്യവാളനാകണ്ട. ഞങ്ങൾ രാജിവെച്ച ഒരാഴ്ച കഴിഞ്ഞിട്ട് മാണി സാറ് സ്വന്തക്കാരുടെ തടവറലാണെന്ന് പറഞ്ഞ് മാണി സാറ് തള്ളി പറഞ്ഞുകൊണ്ട് പാർട്ടി വിട്ട് പോയ ആളാണല്ലോ സജീവ് മഞ്ഞക്കടമ്പൻ. KM മാണിക്കൊപ്പം വിലയൊന്നും പറയണ്ട.
കേരളത്തിലെ കർഷക ജനതയുണ്ട്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇതൊരു കവലപ്രസംഗമല്ല, നമ്മുടെ ചർച്ചയാണ്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ഇതൊരു കവലപ്രസംഗമല്ല, ഇത് ചർച്ചയാണ്. ഇതിനകത്ത് ഇപ്പോൾ ആന്റണി രാജു 3 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങളുടെ പാർട്ടിയുടെ വില ഇടിഞ്ഞു, അതല്ലെങ്കിൽ പണം പോകും എന്ന് പേടിച്ചാണ് നിങ്ങൾ 20 ലക്ഷത്തിലേക്ക് പോവുകയാണെങ്കിൽ 20 ലക്ഷമല്ലേ പോവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മാറ്റിയത്. മൂന്നാമത്തെ കാര്യം, ഈ പാർട്ടി തീരുമാനമായിരുന്ന 10 കോടി എങ്ങനെയാണ് പാർട്ടി അറിയാതെ ഏകപക്ഷീയമായി മാറ്റി തീരുമാനിച്ചത്? അതെ, ഈ ക്രിമിനൽ ശിക്ഷിക്കുകയാണ് ആ ഉദ്ദേശമെങ്കിൽ ക്രിമിനൽ പൈസ കൊടുക്കാതെ ക്രിമിനൽ കേസ് കൊടുത്താൽ മതിയായിരുന്നു. പാർട്ടി തീരുമാനം സംസ്ഥാന കമ്മിറ്റി അല്ല ബിജു രമേശ് കേസ് 10 കോടി ഞാൻ ഉൾപ്പെട്ട കമ്മിറ്റിയാ. രൂപ കെട്ടിവെച്ചാണ് ഈ കേസ് കോടതിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അത് ഇന്ന് 10 കോടി രൂപ കേസ് നിലനിൽക്കണമെങ്കിൽ 17 ലക്ഷം രൂപ കൂടി അടയ്ക്കേണ്ടതുണ്ട്. അത് അടയ്ക്കാൻ പാർട്ടി ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞങ്ങൾ ഒരു കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഈ കേസ് കൊണ്ട് പുറകോട്ട് പോകുന്ന വിഷയമില്ല. ഇവിടെ 20 ലക്ഷം രൂപ ആകട്ടെ, എന്തിനാണ് പുറകോട്ട് പോയതെന്നാണ് ചോദ്യം. വില ഇടിഞ്ഞത് കൊണ്ടല്ല എന്ന് നിങ്ങൾ ആവർത്തിച്ചു പറയുന്നു. പാർട്ടി അംഗങ്ങൾക്കും അത് തോന്നണം. രണ്ടാമത്തെ കാര്യം, പണം പോകും ക്രിമിനൽ കേസായി തന്നെ നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു. 10 കോടി ചോദിച്ചിട്ട് 20 ലക്ഷത്തിലേക്ക് വരുമ്പോൾ അത് കേരളത്തിൽ ചർച്ചയാകും, നിങ്ങൾക്ക് നാണക്കേടാകും, രാഷ്ട്രീയമായ തിരിച്ചടിയാണത്. യാതൊരു നാണക്കേടുമില്ല. ഞാൻ പറഞ്ഞപ്പോൾ മാണിസാറിന്റെ ആക്ഷേപം നാണക്കേടുള്ളൂ സജി. ബിജു രമേശിനില്ല. സ്വന്തം പിതാവ് നിങ്ങൾക്കെതിരെ കൊടുത്ത കേസ് സ്വന്തം പിതാവിനെ കൊല്ലാൻ തുടങ്ങി. ഇതല്ല നമ്മുടെ വിഷയം. വെറുതെ ഈ കാര്യത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാൻ ഏറെ ഉണ്ടാകും, അതിലേക്കൊന്നും പോകല്ലേ. നിങ്ങളാണോ മാന്യൻ? സംസ്ഥാന പോലീസ് ഡയറക്ടർ പിതാവ് കൊടുത്ത പരാതിയുടെ കോപ്പിയാ. നിങ്ങളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മാന്യൻ. സ്വന്തം പിതാവിനെ കൊല്ലാൻ തുടങ്ങി ശ്രീ സജി മഞ്ഞക്കടമ്പൻ. അതാണോ, അതുകൊണ്ടാണോ ഇന്നിപ്പോ അങ്ങനെ ഒരു ആരോപണം ഉള്ളത് കൊണ്ടാണോ നിങ്ങൾ 10 കോടി ചോദിച്ചിട്ട് 20 ലക്ഷത്തിലേക്ക് വന്നത്? ഇതാണ് എന്നെ കോപ്പി ഇരിക്കുന്നു. സജി മഞ്ഞക്കടമ്പൻ എന്റെ അച്ഛൻ എല്ലാവർക്കും പേപ്പർ വെച്ചാൽ ഞാൻ സജിയുടെ അച്ഛനാരാണെന്ന് എനിക്ക് അറിയില്ല. അനാവശ്യം പറയരുത്. ഞങ്ങൾ വളരെ മൂല്യം കൊടുക്കുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്കും. പോലീസ് ഡയറക്ടർ കൊടുത്ത പരാതിയുടെ കോപ്പി അത്. സജി വെറുതെ അനാവശ്യം പറയരുത്. സജിയുടെ കുടുംബ പശ്ചാത്തലത്തെ സംസാരിക്കുന്നില്ല. വെറും താങ്കൾ അച്ഛനാരാണെന്ന് എനിക്കും അറിയില്ല, അതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. വെറുതെ എന്റെ അച്ഛനെ ഞാൻ ദൈവത്തെ പോലെ കാണുന്ന വ്യക്തിയാണ്. സജി മഞ്ഞക്കടമ്പന്റെ അച്ഛനെ കണ്ടുപിടിപ്പിക്കുന്ന പരിപാടിയല്ല ഇത്. സജി മഞ്ഞക്കടമ്പൻ ഇതിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും അച്ഛനെ വിളിക്കുന്ന പരിപാടിയായി മാറരുത്. ദയവായി ശ്രീ സജി മഞ്ഞക്കടമ്പൻ, നമുക്കിത് മാന്യമായി അവസാനിപ്പിക്കണം. മാന്യത ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാവ് കുറച്ചിട്ടുണ്ടെങ്കിൽ, അദ്ദേഹത്തിന്റെ വില കുറച്ചെങ്കിൽ തൽക്കാലം ഈ പരിപാടിയിൽ നമുക്കത് എല്ലാവരുടെയും വില കുറയ്ക്കാൻ സാധിക്കില്ല. ഒറ്റ ചോദ്യത്തിന് ഉത്തരം തരൂ ശ്രീ സജി മഞ്ഞക്കടമ്പൻ. ഈ പറഞ്ഞ കാര്യത്തിൽ നിന്ന് നിങ്ങൾ പിന്നോട്ട് പോയത് കേരളം ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങൾക്ക് യുക്തിപൂർവ്വം കേരള ജനതയുടെ മുമ്പിൽ ചില വാദങ്ങൾ വെക്കേണ്ടി വരും. അതിന് പകരം ആളുകളെ വ്യക്തിപരമായി തേജോവധം ചെയ്തിട്ട് കാര്യമില്ല. ഒറ്റ ചോദ്യത്തിന് ഉത്തരം തരൂ. നിങ്ങൾ എന്തുകൊണ്ടാണ് ക്രിമിനൽ കേസ് കൊടുക്കാതെ സിവിൽ കേസിലേക്ക് വന്നത്? ശിക്ഷിപ്പിക്കാനായിരുന്നുവെങ്കിൽ. രണ്ടാമത്തെ കാര്യം, ഈ ബിജു രമേശിന് ഇപ്പോൾ നിങ്ങൾക്ക് വില ഇടിഞ്ഞു എന്ന് സ്വയം തോന്നിയത് കൊണ്ടാണോ നിങ്ങളിപ്പോൾ ഈ രീതിയിലേക്ക് മാറിയത്? മൂന്നാമത്തെ കാര്യം, ഈ പറഞ്ഞതുപോലെ പാർട്ടി തീരുമാനിച്ച കാര്യത്തെ നിങ്ങൾ എങ്ങനെയാണ് മാറ്റിയത് ഏകപക്ഷീയമായി? ഈ 3 കാര്യങ്ങൾക്ക് ഉത്തരം തരൂ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ വില ഇടിഞ്ഞിട്ടില്ല എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ബോധ്യപ്പെട്ടതാ. 2, ഇവിടെ ഈ പറഞ്ഞ പോലെ പാർട്ടി ഇവിടെ ആരെയും ഭയപ്പെട്ടിട്ടല്ല ഈ കേസിൽ നിന്ന് ഞങ്ങൾ പുറകോട്ട് പോയിട്ടുമില്ല. നിങ്ങൾ പുറകോട്ട് പോയി എന്ന് നിങ്ങൾ ചുമ്മാ ദുഷ്പ്രചരണം നടത്താതെ. അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ലല്ലോ. ഇവിടെ പാർട്ടി ഈ കേസുമായിട്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ബിജു രമേശിനെതിരെ കേസ് ശിക്ഷ ഉണ്ടാവും. ഇവിടെ ചോദിക്കൂ, ഇവിടെ എന്തുകൊണ്ട് ക്രിമിനൽ കേസ് കൊടുത്തില്ല? പറയാം. KM മാണി സാറിനെതിരെ ഇങ്ങനെ ഒരുപാട് ആക്ഷേപം പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ ബിജു രമേശ് എത്ര രൂപയ്ക്കാണ് ഫയൽ ചെയ്യാൻ പോകുന്നത് കേസ്? ഡോക്ടർ ബിജു രമേശ് സജി മഞ്ഞക്കടമ്പനെതിരായി എത്ര രൂപയുടെ കേസാണ് അങ്ങ് ഫയൽ ചെയ്യാൻ പോകുന്നത്?
എന്നോടല്ലോ ചോദിച്ചത്. ഞാൻ നിങ്ങൾക്കെതിരെ ക്രിമിനൽ കേസ് ഡിഫർമേഷൻ ഫയൽ ചെയ്യും. ഇത്രമാത്രം മോശമായി നിങ്ങൾക്ക് മറുപടിയില്ല. മാണി സാർ കള്ളനം. ഒരു കാര്യം പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ, എനിക്കല്ല എന്നോടല്ലേ ചോദ്യം. ഞാൻ പറഞ്ഞു നിങ്ങൾ പറയൂ. തോറ്റുപോകും എന്നുള്ളതുകൊണ്ട് തോറ്റു പോകില്ല, ഞങ്ങൾക്ക് ഭയമില്ല. താങ്കൾക്കെതിരെ ഡോക്ടർ ബിജു രമേശ് ഈ രീതിയിലുള്ള ആരോപണങ്ങൾ തുടർന്നാൽ ക്രിമിനൽ കേസ് കൊടുക്കും. അപ്പൊ ആ കാര്യം അവിടെ നിൽക്കട്ടെ. രണ്ടാമത്തെ കാര്യം, ഈ ഉത്തരം പറയൂ. പാർട്ടി തീരുമാനിക്കാത്ത കാര്യം എങ്ങനെയാണ് നിങ്ങളുടെ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനിച്ച് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്? 20 ലക്ഷത്തിലേക്ക് എത്തിയത് ഇത് ഞങ്ങളുടെ നേതാവ് ഒറ്റയ്ക്കാണ് തീരുമാനിച്ചത്. പാർട്ടിയുടെ നേതാക്കന്മാർ സ്റ്റിയറിംഗ് കമ്മിറ്റിയൊക്കെ കൂടിയപ്പോൾ അവർ കൂട്ടായി പി ജെ ജോസഫ് സാറുമൊക്കെ ആയിട്ട് ആലോചിച്ച് എടുത്ത തീരുമാനമാണ്. രണ്ട്, ആ തീരുമാനം എന്തുമാകട്ടെ, ഞാൻ പറഞ്ഞല്ലോ ഇവിടെ പറഞ്ഞു എന്തുകൊണ്ട് ക്രിമിനൽ കേസ് ഇത് പാർട്ടി തീരുമാനിച്ചതെന്നാണോ ശ്രീ സജി മഞ്ഞക്കടമ്പൻ പറയുന്നത്? സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ തീരുമാനിച്ചു എന്നാണോ പറഞ്ഞത്? പി ജെ ജോസഫ് ഉൾപ്പെടുന്ന വലിയ സമിതിയിൽ ഇത് തീരുമാനിച്ചു എന്നാണോ സജി മഞ്ഞക്കടമ്പൻ പറയുന്നത്? അല്ലെങ്കിൽ ചീഞ്ഞ വർത്താനം പറഞ്ഞാൽ അതിന്റെ ഒന്നും പുറകെ പോകാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇവിടെ കെ എം മാണി സാറിനെ പൊതുജനമധ്യത്തിൽ അധിക്ഷേപിക്കുവാൻ, ആക്ഷേപിക്കുവാൻ ഇവിടെ വ്യക്തമായ ശ്രമം നടത്തി എന്ന് ബോധ്യപ്പെട്ടപ്പോൾ അത് ജനങ്ങളുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തുക എന്ന ഏക ലക്ഷ്യം മാത്രം മുൻനിർത്തിയാണ് ഞങ്ങൾ ഇപ്പോൾ ഈ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. അത്യാർത്ഥിയില്ലായിരുന്നെങ്കിൽ ക്രിമിനൽ കേസ് കൊടുക്കണമായിരുന്നു. ക്രിമിനൽ കേസ് കൊടുക്കാതെ എന്തിനാണ് 10 കോടി എന്ന് പറഞ്ഞ് പിന്നെ നിലവിളിച്ചത്? ആ സമയത്ത് 10 കോടിക്ക് കൊടുക്കുന്നതിന് വരെ ബിജു രമേശ് ചെയ്ത് തെറ്റാണെന്നും കളവാണെന്നും ഉത്തമ ബോധ്യമുണ്ടായിരുന്നെങ്കിൽ ക്രിമിനൽ കേസ് കൊടുത്താണ് കേസെടുക്കേണ്ടിയിരുന്നത്. അല്ല ഒരുപാട് ആളുകൾ ക്രിമിനൽ കേസിന് പോയിട്ടില്ല. പക്ഷേ ആലോചിക്കേണ്ടി വരും ഇനിയും. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, എന്തായാലും ഒറ്റ ചോദ്യം, ഈ നാണക്കേട് ഒഴിവാക്കാമായിരുന്നല്ലോ. 10 കോടി ചോദിച്ചിട്ട് 20 ലക്ഷത്തിലേക്ക് വന്നുകൊണ്ട് വില ഇടിഞ്ഞു എന്നുള്ള പരിഹാസം ആളുകളിൽ നിന്ന് കേൾക്കുന്നതിന് പകരം ഒരു കാര്യം ചെയ്യാമായിരുന്നു. ഈ ക്രിമിനൽ കേസ് കൊടുത്താൽ മതിയായിരുന്നു. 1 രൂപയുടെ ചെലവ് പോലും ഇല്ലായിരുന്നു. ബിജു രമേശിനെ ശിക്ഷിക്കാനും പറ്റുമായിരുന്നു അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ചാനൽ ചർച്ച തന്നെ എനിക്ക് വരാൻ താല്പര്യമില്ലായിരുന്നു. എൻ്റെ പാർട്ടിയും അത് പോകണമെന്ന് പറഞ്ഞില്ല. പക്ഷേ ഇത് കേരള കോൺഗ്രസിനെ പരിഹാസ്യമാക്കാൻ വേണ്ടി മാത്രം നടക്കുന്ന നാടകമാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ഉദ്ദേശമില്ല. ഇന്നൊക്കെ ഈ ഫ്ലോറിൽ വെച്ചാണ് ഡോക്ടർ ബിജു രമേശ് കെ മാണി സാറിനെതിരായിട്ടുള്ള ആരോപണം പറഞ്ഞത്, ബാർക്കോഴയെ കുറിച്ചുള്ള വെളിപ്പെടുത്തൽ വന്നത്. അതുകൊണ്ട് തന്നെ അതിനെ സംബന്ധിച്ചൊരു വാർത്ത വന്നപ്പോ ഇവിടെ ഇരുന്നുകൊണ്ടാണ് കേരള കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ 10 കോടിക്ക് മാനനഷ്ടത്തിന് കേസ് കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ബിജു രമേശിനെ വിരട്ടിയത്. അങ്ങനെ പറഞ്ഞപ്പോ അതിനകത്തുനിന്ന് മാണി സാർ പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാനൊരു ആഗ്രഹമുണ്ടായി. അത് ചോദിക്കുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടിയെ അപമാനിക്കുന്നതിന് തുല്യമാകുന്നത്? ഞാൻ പറയട്ടെ, ഞാൻ ഒരു കാര്യത്തിന് മറുപടി തന്നാൽ മതി. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, DYSP ഉണ്ണിരാജ അന്വേഷിച്ചു. ഏതാ സുകേശൻ പറഞ്ഞ ആരോപണങ്ങൾ കഴമ്പില്ല. അതൊന്നുമല്ല, അതൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തു. എന്തുകൊണ്ടാണ് സർക്കാരിനോട് പറഞ്ഞു 10 കോടി 20 ലക്ഷം അത് മാനിപ്പുലേറ്റഡ് കേസ് ആയതുകൊണ്ടാണ്. കളവായി കൃത്രിമമായി കെട്ടിച്ചമച്ച് കേസുകൾ ഉണ്ടാക്കി. സുകേശൻ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിന്റെ അന്വേഷണത്തെ ശങ്കർ റെഡ്ഡി തടസ്സം നിന്നു, അദ്ദേഹത്തെ പുറകോട്ട് വലിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ശരി, ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഇപ്പോൾ ശ്രീ ആന്റണി രാജു ചോദിക്കുകയായിരുന്നു, നിങ്ങൾക്ക് അത്ര ഉറപ്പുണ്ടെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെല്ലാം മാണി സാർ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് കണ്ടെത്തിയതെങ്കിൽ നിങ്ങൾക്ക് ഈ 10 കോടി എന്നുള്ളത് 100 കോടി വരെ ചോദിക്കാമായിരുന്നല്ലോ. കൂട്ടുകയല്ലേ വേണ്ടത്? അല്ലെങ്കിൽ ആ 10 കോടി അതുപോലെ നിൽക്കട്ടെ എന്ന് വിചാരിക്കാത്തെന്താ? ഇപ്പൊ കുറച്ചത് എന്തിനാണ്? എന്ത് അത്യാവശ്യമായിരുന്നു ഇങ്ങനെ അപഹാസ്യരാകാൻ? കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊക്കെ ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുക. ശരി, ഞാൻ തിരിച്ചു വരാം. ശ്രീ A. റഹീം, ഈ സർക്കാർ ഇപ്പോൾ അധികാരത്തിലേക്ക് വന്നതിന് പോലും ഒരു കാരണമായിട്ടുള്ള അന്നത്തെ വലിയ ആരോപണങ്ങളിൽ ഒന്നാണ് ഈ ബാർക്കോഴ. കെ എം മാണിയുമായി ബന്ധപ്പെട്ട വിഷയം കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഈ പ്രശ്നത്തിൽ ഇപ്പോൾ കെ എം മാണി സാർ 10 കോടി രൂപ 20 ലക്ഷമാക്കി മാറ്റി മാനം അന്വേഷിക്കുമ്പോൾ ഏത് രീതിയിലാണ് അതിനെ ഇടതുപക്ഷം കാണുന്നത്? പൂർണ്ണമായി തോറ്റുപോയൊരു കേസല്ലേ ഇത്. ഒരാൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? തൻ്റെ മാനത്തിനും തൻ്റെ വ്യക്തി ജീവിതത്തിനും താൻ ഇത്രയും കാലത്തിനിടയിൽ കൊണ്ടുവന്ന തൻ്റെ വ്യക്തിപരമായ എല്ലാ നേട്ടങ്ങൾക്കും ഇങ്ങനെ ഒരാൾ വന്നിട്ടും പറയുമ്പോഴാണല്ലോ ആ പറഞ്ഞ കാര്യത്തിൽ നിന്ന് പുറകോട്ട് പോകാന്ന് പറഞ്ഞാൽ ഈ യു ടേണിലൂടെ എന്താണ് കേരളം മനസ്സിലാക്കുന്നത്? കേസ് ഇപ്പോഴേ തോറ്റുപോയി.
പിന്നെന്തിനാണ് ഇതിൻ്റെ കാരണം ശ്രീ ബിജു രമേശ് ഇവിടെ വിശദീകരിച്ചത് പൂർണ്ണമായി വസ്തുതാപരമാണെന്ന് ഞാൻ കരുതുന്നു. കാരണം ഈ ഗവൺമെൻറ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബാറ്റിനിരുന്നപ്പോൾ ഇത് മാത്രമല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യപ്പെടാതെ പോയ ഒരുപാട് കാര്യങ്ങൾ. ഈ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ശ്രീ ബിജു രമേശിനെ എന്തെല്ലാം തരത്തിൽ വേട്ടയാടിയിട്ടുണ്ട്. അതുമായി മുന്നിട്ടിറങ്ങിയ തെളിവ് കൊടുക്കാൻ തയ്യാറായ എല്ലാവരെയും ഭരണത്തിൻ്റെ സ്വാധീനം ഉപയോഗിച്ച് അതിൻ്റെ സാക്ഷിപ്പട്ടികയിൽ വരുന്ന മുഴുവൻ പേരെയും വിവിധ തരത്തിൽ അവരുടെ ബിസിനസ്സിൽ അവരുടെ വ്യക്തിപരമായി ഒക്കെ വേട്ടയാടിയില്ലേ. ആ വേട്ടയാടലിൻ്റെ ഭാഗങ്ങളിലൊന്നായിരുന്നു ഈ കേസ് കൊടുക്കും. രണ്ടാമതൊന്ന് ഉദ്യോഗസ്ഥരെ വേട്ടയാടിയില്ലേ, പ്രലോഭനങ്ങൾ കൊടുത്തു. അന്നെല്ലാം ചില നിലപാടുകളെടുത്ത ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇന്ന് കൊടിവെച്ച കാറിൽ ബീക്കൺ ലൈറ്റിൽ ഇന്ന് കേരളത്തിൽ പാറിപ്പുറം നടക്കുന്നുണ്ട്. ആരുടെയും പേര് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പോൾ പ്രലോഭനങ്ങൾ, ഒരു ഉദ്യോഗസ്ഥൻ സുകേശന് ആത്മഹത്യ തന്നെ ചെയ്യേണ്ടി വന്നു ഞാൻ ആലോചിച്ചിരുന്നു എന്ന് അദ്ദേഹം ഒരു ടെലിവിഷൻ ഡിസ്കഷനിൽ പറയുകയുണ്ടായി. ഇതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. പ്രലോഭനത്തിലൂടെയും ഭീഷണിയിലൂടെയും അധികാരത്തിൻ്റെ ഹുങ്കുപയോഗിച്ച് അട്ടിമറിക്കാമെന്ന് കരുതിയിരുന്നു. അതിപ്പോൾ നടക്കാതെ പോയി. പിന്നെ എനിക്ക് രസകരമായി തോന്നുന്ന ഒരു കാര്യം, ഈ ചർച്ച ഇങ്ങനെയൊക്കെ പോകുന്നുണ്ട്, അതുകൂടി പറയാമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കേട്ടപ്പോൾ അന്നൊരു പക്ഷേ ശ്രീ ആന്റണി രാജുവും കൂടിയിരുന്ന എല്ലാവരും കൂടെ ചേർന്നിട്ടായിരിക്കും അദ്ദേഹത്തിൻ്റെ മാനത്തിന് ഇത്രയും വലിയ വിലയിട്ടത്. മാണി സാർ ഇപ്പോഴായിരിക്കും അറിഞ്ഞു ഇത്രയും വലിയ വിലയിട്ടു. അദ്ദേഹത്തിന് തന്നെ മനസ്സിലായി ഇത് കൂടിപ്പോയി, അതുകൊണ്ട് ഇത് കുറച്ചതായിരിക്കും. ഈ ആന്റണി രാജു എല്ലാം ചേർന്നിട്ട് കൂടിപ്പോയി, എൻ്റെ മാനത്തിന് ഇത്രയൊന്നും വിലയില്ല, എൻ്റേത് എൻ്റേത് മാനത്തിന് ഇത്ര വിലയില്ല എന്ന് അദ്ദേഹം കരുതിയിട്ടുണ്ടാകും. എന്തായാലും ശ്രീ സജീവ മഞ്ചക്കടമ്പൻ ഇവിടെ വന്നിട്ട് ചോദ്യത്തിനല്ല ഉത്തരം പറയുന്നത്. വ്യക്തിപരമായി അപഹസിക്കുക, മോശമായി പറയുക, ഇതൊക്കെ കേരള കോൺഗ്രസിൻ്റെ പാർട്ടിയുടെ നിങ്ങളുടെ രീതിയും ഇതൊക്കെയാണ് എന്ന് കേരളം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ മോശമാണ്. ശരി, ശ്രീ റഹീം, ഈ കാര്യത്തിൽ അങ്ങനെയാണെങ്കിൽ KM മാണി സാർ ഇപ്പോൾ 10 കോടിയിൽ നിന്ന് 20 ലക്ഷത്തിലേക്ക് വില കുറച്ചിരിക്കുന്നതിന് പല കാരണങ്ങൾ പലരും പറയുന്നുണ്ട്. ശ്രീ ആന്റണി രാജു പറയുന്നു അവർ പോയതുകൊണ്ട് വില ഇടിഞ്ഞതാണെന്ന് പലരും പലതും പറയുന്നുണ്ട്. ഈ പറഞ്ഞ രീതിയിലേക്ക് കേരള കോൺഗ്രസ് കേൾക്കേണ്ടി വന്നിരിക്കുന്നു. ആ നിലയ്ക്ക് കേരള കോൺഗ്രസ് പാർട്ടിക്ക് ഇപ്പോൾ ഉണ്ടായ ഒരു ക്ഷീണം മാത്രമായിട്ടാണോ അതിനെ കാണേണ്ടത്? അതിന് ഉത്തരം പറയേണ്ടത് വേറെ ആരൊക്കെയാണ്? ഇദ്ദേഹം കഴിഞ്ഞ മന്ത്രിസഭയിലെ ഒരു മന്ത്രി കൂടിയായിരുന്നല്ലോ. ഇത് കഴിഞ്ഞ മന്ത്രിസഭയിൽ നടന്ന ഓരോ അഴിമതിയും എന്തുകൊണ്ട് തിരുത്തപ്പെട്ടില്ല, പിടിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് പുറത്താക്കപ്പെട്ടില്ല? കാരണം ഒന്നേ ഉള്ളൂ, കൂട്ടുകച്ചവടമായിരുന്നു. ഒരുമിച്ച് മുങ്ങിത്താഴുക, ഇല്ലെങ്കിൽ പരസ്പരമാണല്ലോ ഒരു വാളെടുത്ത് വെച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ UDF, ഇപ്പോൾ ശ്രീ അജിത് കുമാറാണ് ഇവിടെ വന്നിട്ടുള്ളത്, അദ്ദേഹം എന്ന നിലപാട് എനിക്കറിയില്ല. UDF ഇപ്പോൾ KM മാണി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, UDF കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. കഴിഞ്ഞ തവണ നടന്ന കഴിഞ്ഞ മന്ത്രിസഭയിലുണ്ടായിരുന്ന മുഴുവൻ പേരും അഴിമതിക്കാരായിരുന്നു. എല്ലാ മന്ത്രിമാരും ഈ കച്ചവടക്കാരായിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ UDF കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഇക്കാര്യത്തിലുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിന് കോൺഗ്രസിന് നേതൃത്വം മറുപടി പറയണം എന്നുള്ളതാണ്. പക്ഷേ പിന്നെ ഒരു കാര്യം, ജനങ്ങൾ അതിനെല്ലാം മറുപടി പറഞ്ഞു, ജനങ്ങളെല്ലാം കൈകാര്യം ചെയ്തു, അവരെ മൂലയ്ക്ക് ഇരുത്തി, ഒക്കെ ശരിയാണ്. പക്ഷേ നിയമപരമായ പ്രൊസീഡിംഗ് നടക്കുന്നു. ഒരു സംശയവും വേണ്ട, നിർഭയമായി ഇപ്പോൾ കേസ് അന്വേഷിക്കാൻ കഴിയുന്നു, തെളിവുകൾ ശേഖരിക്കാൻ കഴിയുന്നു, കാര്യക്ഷമമായി വിജിലൻസ് പ്രവർത്തിക്കുന്നു. ആ അന്വേഷണം ഫലപ്രദമായി വളരെ വേഗതയിൽ, അത് വളരെ പ്രധാനമാണ്, വളരെ വേഗതയിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ ഈ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇനി കെട്ടിവെക്കുന്ന കാശിലെങ്കിലും പോകുന്ന കൈനഷ്ടം വരുന്നത് കുറയ്ക്കാം എന്ന് കരുതുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ അജിത് കുമാർ, ഈ UDF അല്ല ഇപ്പോൾ മാണി സാർ ഉള്ളത്. വീക്ഷണം കോൺഗ്രസിൻ്റെ മുഖപത്രമാണെങ്കിലും അതിനകത്ത് സൗകര്യപൂർവ്വം വരുന്ന കാര്യങ്ങളെ മുഖപ്രസംഗത്തെയൊക്കെ വേണ്ട രീതിയിലൊക്കെയാണ് ഓരോ കോൺഗ്രസ് നേതാക്കളും വ്യാഖ്യാനിച്ചിട്ടുള്ളത്. എന്നാലും അങ്ങ് എങ്ങനെയാണ് ഇപ്പോൾ ഈ വിഷയത്തെ കാണുന്നത്? നാളെ മുഖപ്രസംഗം എഴുതേണ്ട ഒരു കാര്യം തന്നെയല്ലേ ഈ രീതിയിൽ 10 കോടിയിൽ നിന്ന് 20 ലക്ഷത്തിലേക്ക് KM മാണി സാർ ഇങ്ങനെ സ്വന്തം പാർട്ടിയുടെ വില ഇടിച്ചു താഴ്ത്തിയത്? ഡോക്ടർ ലാൽ, ഇതൊരു എഡിറ്റോറിയലൊന്നും ആവശ്യപ്പെടുന്ന ഒരു സംഭവമല്ല. ഒന്ന്. രണ്ട്, അതിന് മുമ്പായിട്ട് എനിക്ക് തോന്നിയത്, ഇതിപ്പോൾ നമ്മൾ കൈരളിയുടെ സ്റ്റുഡിയോ ഫ്ലോറിലാണോ ഇരിക്കുന്നത്, അതോ ഡോക്ടർ ബിജു രമേശിൻ്റെ ഏതോ ഹോട്ടലിലെ ബാറിലിരുന്നാണോ ഡോക്ടർ ബിജു രമേശും ശ്രീ സജിയും നമ്മളെല്ലാം കൂടെ സംസാരിക്കുന്നു എന്നുള്ള രീതിയിലാണ് എനിക്ക്. പറയാം, അത്രമാത്രം. അതെ, എനിക്ക് ആ സംശയം തോന്നി. അപ്പോൾ അത്ര ഈ പറഞ്ഞ പോലുള്ള ഒച്ചയും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ എന്ന് തന്നെ വ്യക്തിപരമായ അധിക്ഷേപിക്കുന്ന രീതിയിലേക്കുള്ള പരസ്പര എന്താ പറയുക ആരോപണ പ്രത്യാരോപണം കേട്ടപ്പോൾ അങ്ങനെ തുടക്കത്തിൽ തോന്നി എന്ന് ഞാൻ പറയുകയാണ്. പക്ഷേ ഡോക്ടർ ബിജു രമേശ് പറയുന്നത് അദ്ദേഹത്തിന്റെ ഹോട്ടലുകളിലൊന്നും ഇത്രയും മോശമായിട്ടുള്ള കാര്യങ്ങൾ നടക്കാറില്ല. അദ്ദേഹം പറയട്ടെ. അതല്ല, ഇതിപ്പോൾ ഇതിനകത്ത് 10 കോടിയോ അല്ലെ 20 ലക്ഷമോ എന്നുള്ള തുകയിലുപരിയായിട്ട് എനിക്ക് തോന്നുന്നു സാമാന്യമായിട്ട് ഒരു മാനനഷ്ട കേസ് കൊടുക്കുമ്പോൾ ഡോക്ടർ ലാൽ തന്നെ മുമ്പേ പറഞ്ഞ ഒരു ടോക്കൺ കോമ്പൻസേഷൻ പോലും ആവശ്യപ്പെടാം. അതിപ്പോൾ ഒരു 100 രൂപ ആകണമെന്നില്ല, 1 രൂപ പോലും വേണമെങ്കിൽ ആവശ്യപ്പെടാം. അപ്പോൾ ആ തുകയുടെ വലിപ്പത്തിലല്ല ഒരു പക്ഷേ ഈ പരിഹാരം തേടുന്ന വ്യക്തിയുടെ മാനമോ അല്ലെങ്കിൽ അപമാനമോ ഇരിക്കുന്നതെന്ന് ആണല്ലോ നമുക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇതിപ്പോൾ ഈ 10 കോടിയിൽ നിന്ന് 20 ലക്ഷത്തിലേക്ക് കുറയാൻ കാരണവും അല്ലെങ്കിൽ അത് കെട്ടിവെക്കാനുള്ള തുകയുടെ പ്രശ്നങ്ങളോ അതൊന്നും അല്ലല്ലോ വിഷയം.
ഇപ്പോൾ എന്താണ് വിഷയം? അല്ല അതിൽ എന്താണ് വിഷയമായിട്ട് താങ്കൾ മനസ്സിലാക്കുന്നത്? അല്ല ഇപ്പോൾ അന്ന് ശ്രീ കെ എം മാണിക്കെതിരായിട്ട് ഹോട്ടൽ ആൻഡ് ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഡോക്ടർ ബിജു രമേശ് ഉന്നയിച്ച ആരോപണങ്ങൾ തനിക്ക് മാനക്കേടുണ്ടാക്കി അഭിമാനക്ഷതമായി എന്ന് ഉള്ള ആ ഒരു ബോധ്യത്തിൽ സ്വാഭാവികമായിട്ടും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾ അതിന് ആ മാനനഷ്ടത്തിന് പരിഹാരം തേടി ഇത്രയും മാനക്കേട് അദ്ദേഹം പറഞ്ഞതിനകത്ത് ഇല്ല എന്നാണോ ഇപ്പൊ കണ്ടെത്തി? അല്ലല്ല, അപ്പോൾ അതിപ്പോൾ ഡോക്ടർ ബിജു പറഞ്ഞ വാക്കുകൾക്ക് ഒരുപക്ഷെ ശ്രീ മാണിയുടെ മാനത്തിനും വിലയിടുന്നതോടൊപ്പം തന്നെ ശ്രീ ബിജുവിൻ്റെ ആരോപണങ്ങൾക്കും കൂടെ നമ്മൾ അന്ന് വിലയിട്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ. അപ്പോൾ ആ ആരോപണങ്ങൾ ഇനിയിപ്പോൾ തെളിയിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ, അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അല്ലല്ല, കുറച്ചതിൻ്റെ കാരണം അല്ല അവിടെ ഞാൻ പറയുന്നത് ഇപ്പം നമ്മുടെ നിയമ സംവിധാനം അനുസരിച്ച് കോമ്പൻസേഷൻ എന്ന് പറയുന്ന ആ ഒരു തുകയുടെ ക്വാണ്ടം ഓഫ് സൈസ് ഓഫ് ദി കോമ്പൻസേഷൻ അല്ല അപ്പോൾ അല്ല അത് അന്നേ അന്നേ അങ്ങനെ ചെയ്യണമായിരുന്നു. അപ്പോൾ അവിടെ അല്ല അപ്പോൾ അവിടെ ഈ പറഞ്ഞതുപോലെ ശ്രീ അജിത് കുമാർ, ഈ രാഷ്ട്രീയത്തിൽ അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. വന്ന കാര്യം എന്താണ്, ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണ്, അതിന് മറുപടി പറയേണ്ടി വരും. അന്ന് അങ്ങനെ ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഇനി അവസരങ്ങളില്ല. അന്ന് 10 കോടി ചോദിച്ചു, 10 കോടിയിൽ ഉറച്ചു നിൽക്കണമായിരുന്നു, അല്ലെങ്കിൽ അത് മാറുന്നതിനുള്ള യുക്തിപൂർവമായ ഒരു മറുപടി ഇപ്പൊ പറയണം. ഈ പറയുന്ന മറുപടിയിൽ യുക്തിയുണ്ടോ? യുക്തി ഉണ്ടെങ്കിൽ UDF-ന്റെ മുഴുവൻ വാദവും വീക്ഷണത്തിന്റെ വാദം പോലെയാണെന്ന് ഇപ്പോൾ അനുമാനിക്കേണ്ടി വരും. അതിനകത്ത് ഇപ്പോൾ കോൺഗ്രസിന്റെ മുഖപത്രത്തിനെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ മുഖപ്രസംഗത്തിനെയോ ഒന്നും ഇപ്പോൾ ഇതിനകത്തേക്ക് പരിശോധിക്കേണ്ട കാര്യമില്ല. തന്നെയല്ല ഞങ്ങൾ ഈ ഒരു വിഷയത്തിൽ മുഖപ്രസംഗം ഒന്ന് എഴുതാനും മാത്രം പ്രാധാന്യം ഈ വിഷയത്തിന് ഞങ്ങൾ കൊടുക്കുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത പറയാനുള്ള ബാധ്യത ഞാൻ ഏറ്റെടുക്കുന്നു. വീക്ഷണം കൂടി പിന്തുണയ്ക്കുന്ന ഒരു ഗവൺമെന്റിന്റെ കാലത്ത് ധനമന്ത്രിയായിരുന്ന ഒരാൾ അന്നത്തെ ആരോപണത്തിന്റെ കാര്യത്തെക്കുറിച്ചാണ് ഈ ചർച്ച വരുന്നത്. അദ്ദേഹം ഇന്ന് UDF-ൽ ഇല്ലെങ്കിലും അന്നുണ്ടായ പ്രശ്നത്തിന്റെ പേരിൽ പറഞ്ഞ ഒരു കേസിൽ നിന്നാണ് പുറകോട്ട് പോകുന്നത്. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ടല്ലോ അഡ്വക്കേറ്റ് ആന്റണി രാജു ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇതേ കേസിൽ നമ്മൾ ഇവിടെ വെച്ച് ഡോക്ടർ ലാലിതൻ ആങ്കർ ചെയ്ത ടോക്ക് ഷോയിൽ ഞങ്ങൾ വന്ന് അന്ന് ഈ പറഞ്ഞ പോലെ ഇതിനെ ന്യായീകരിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ തന്നെ നിൽക്കുന്നു. ഒരുപക്ഷെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഒരു പ്രത്യേക UDF വിട്ടുപോവോ അവിടെ തന്നെ നിൽക്കുമ്പോഴും കെ മാണി സാർ അവിടെ തന്നെ അല്ല നിൽക്കുന്നത്. അദ്ദേഹം വേറെ ബ്ലോക്കായിട്ട് പോയി. അല്ല, കേരള കോൺഗ്രസ് വേറെ ബ്ലോക്കായിട്ട് മാറി. അല്ല അപ്പോൾ ഇപ്പോ 20 കോടിയിൽ നിന്ന് 20 ലക്ഷത്തിലേക്ക് താഴ്ന്നിരിക്കുന്നു എന്ന് പറയുന്ന ആ ഒരു വാദം നിങ്ങൾക്ക് കൂടി യോജിക്കാൻ പറ്റുന്നതാണോ, അതോ അതിൽ ഉറച്ചു നിൽക്കണമെന്നാണോ? അല്ല ഡോക്ടർ, ഞാൻ കേരള കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ട താങ്ങി നിർത്തേണ്ട ഒരു ബാധ്യതയും UDF-നോ കോൺഗ്രസിനോ ഇല്ല. അത് ആ ബാധ്യത ഞാൻ എനിക്ക് കാര്യങ്ങൾ പറയൂ. അല്ല അപ്പോൾ ഈ ഞാൻ പറഞ്ഞത് ഈ സൈസ് ഓഫ് ദി ക്വാണ്ടം ഓഫ് ദി കോമ്പൻസേഷൻ അല്ല വിഷയം എന്നാണ് ഞാൻ. അത് വേണ്ടിയിരുന്നില്ല. ഇപ്പൊ ഇതുപോലെ അവിടെ ആദ്യം കൊടുത്തപ്പോ ഓർക്കേണ്ടിയിരുന്നില്ല എന്നുള്ളതല്ല, ഇപ്പൊ ഇങ്ങനെ തിരിച്ചു ചെയ്യേണ്ടിയിരുന്നോ എന്നുള്ളതാണ്. അല്ല, ഡോക്ടർ ലാൽ തുടക്കത്തിലെ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇതെന്തെങ്കിലും ഡോക്ടർ ബിജു രമേശുമായിട്ട് അതായത് വാദിയും പ്രതിയും തമ്മിലുള്ള എന്തെങ്കിലും ഒരു പാലമടിയിലിന്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ എന്താ അദ്ദേഹത്തിനെ ഒന്നുകൂടെ ഒന്ന് സൂപ്പിച്ച് നിർത്താം എന്നുള്ളതുകൊണ്ടോ, അല്ലെങ്കിൽ ആരോപണത്തിന്റെ മുനയൊടിക്കുന്നതിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണോ എനിക്ക് അത്രയും നഷ്ടപരിഹാരം? അങ്ങനെയാണ് ശ്രീ അജിത് കുമാർ അങ്ങനെയാണ് ശ്രീ അജിത് കുമാർ ഈ ഡോക്ടർ ബിജു രമേശിനെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി 10 കോടിയിൽ നിന്ന് 20 ലക്ഷത്തിലേക്ക് ആക്കിയതാണെങ്കിൽ കെ മാണി സാർ കുറ്റം ചെയ്തു എന്ന് സ്വയം മനസ്സിൽ കരുതുന്നുണ്ടോ എന്നാണോ അങ്ങ് കരുതുന്നത്? അല്ല, ഇപ്പൊ അത് കോടതി തീരുമാനിക്കട്ടെ. അല്ല, അത് കോടതി തീരുമാനിക്കട്ടെ. ഇപ്പൊ ഡോക്ടർ ബിജു രമേശ് തന്നെ പറഞ്ഞല്ലോ, അന്വേഷണം അതിന്റെ പല ഘട്ടങ്ങളിൽ എത്തി നിൽക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഇതിന് അന്തിമ തീരുമാനമോ അല്ലെ അന്തിമ വിധിയോ വരാനായിട്ടില്ല. ശരി, ഞാൻ പെട്ടെന്ന് ഒരു ഇടവേളയിലേക്ക് പോവുകയാണ്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഓർത്തു വെക്കുക, ഇതൊക്കെയാണ് പല രീതിയിൽ പോകുന്ന കാഴ്ചപ്പാടുകൾ. എന്തൊക്കെയാണ് നിങ്ങൾ മനസ്സിൽ പോലും കരുതാത്ത രീതിയിലേക്ക് ഇങ്ങനെ 10 കോടിയിൽ നിന്ന് 20 ലക്ഷത്തിലേക്ക് മാറിയപ്പോൾ ഉണ്ടായ പ്രശ്നം എന്ന് കരുതുക. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്തതാണോ? ഇടവേളയ്ക്ക് ശേഷം ശ്രീ സജി മഞ്ഞക്കടമ്പൻ, അവസാനത്തെ കുറച്ച് നിമിഷങ്ങൾ മാത്രമാണ് ഈ ചർച്ചയിലുള്ളത്. താങ്കൾക്ക് ഇപ്പോഴും പല കാര്യങ്ങളും നിങ്ങളുടെ വാദം എന്താണെന്ന് പറയാനുള്ള സമയമുണ്ട്. ഈ പറഞ്ഞ കാഴ്ചപ്പാടുകളൊക്കെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസിനെ കുറിച്ച് ഇങ്ങനെ ഒരു കരണം മറിച്ചിൽ ഈ വിഷയത്തിൽ ഉണ്ടായതിനെ തുടർന്ന് ഉണ്ടാകുന്നത്. മറുപടി. ഞാൻ പറഞ്ഞില്ല, ഒരു കരണം മറിച്ചിൽ നടന്നിട്ടില്ല. കരണം മറിച്ചിൽ ഉണ്ടായി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടക്കുന്ന ചർച്ചയാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഒറ്റ കാര്യം മാത്രമേ എന്നെ ശ്രമിക്കുന്ന സുഹൃത്തുക്കളോട് ചോദിക്കുന്നുള്ളൂ. ഇവിടെ ബിജു രമേശ് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? നമുക്കൊന്ന് ചിന്തിക്കാം. KM മാണി സാറിന്റെ വീട്ടിൽ കൊണ്ടുപോയി 1 കോടി രൂപ കൊടുത്തു. മാണി സാർ എവിടെ വെച്ചാ പൈസ പണം വാങ്ങിച്ചത്? ലോകത്ത് പണം വാങ്ങിച്ചാൽ പക്ഷേ ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് കാര്യമില്ല. കോടതിയിൽ ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ആ 10 കോടി രൂപ നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാമായിരുന്നു. അത് കേരളത്തിലെ പാവപ്പെട്ടവർക്ക് വിതരണം ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ നിങ്ങളിപ്പോൾ 10-ൽ നിന്ന് 20 ലക്ഷത്തിലേക്ക് പോയതിന് യുക്തിപൂർവമായ ഒരു മറുപടിയില്ല എന്നുള്ളതല്ല ഇവിടെ സൂചിപ്പിച്ചല്ലോ. 10 കോടി രൂപ എന്നുള്ളതല്ല, ഇനി 17 ലക്ഷം രൂപ നാട്ടിൽ നിന്ന് പിരിവെടുത്ത് കൊണ്ടുപോയി അടച്ച് ഇയാളുടെ 10 കോടി രൂപ വാങ്ങിക്കണമെന്നല്ല ഞങ്ങളുടെ ആവശ്യം. ഞങ്ങളുടെ ആവശ്യം
ബിജു രമേശ് നിങ്ങൾ പിരിവെടുക്കുകയൊന്നും വേണ്ട. കേരള കോൺഗ്രസിൽ ഇപ്പോഴും വിശ്വസിച്ച് നിൽക്കുന്ന പാവപ്പെട്ട ആളുകളുണ്ട്. അവർ അത് തരാൻ തയ്യാറാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ ആ അഭിമാനത്തെ അവർ പിടിച്ചു നിർത്താൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് അതിനെ തടയുന്നത്? നിങ്ങൾക്ക് വിശ്വാസമില്ലേ ആ കേസ് ജയിക്കുമെന്ന്? കെട്ടേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് ബിജു രമേശിനെ ഈ കേസിൽ ഗൂഢാലോചന നടത്തി എന്ന് ബോധ്യപ്പെടുത്തിയാൽ മതി, ജനങ്ങളെ ബോധ്യപ്പെടുത്തിയാൽ മതി. അതിന് ഞങ്ങൾക്ക് 20 ലക്ഷം രൂപയുടെ ഈ കേസ് ഫയൽ ചെയ്താൽ മതി. ഇതിൽ കൂടുതൽ പോകേണ്ട കാര്യം ഞങ്ങൾക്കില്ല. രണ്ട്, ഇങ്ങനെ 17 ലക്ഷം രൂപ കൂടി അടച്ച് 10 കോടിക്കുള്ള കേസിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ബിജു രമേശുമായിട്ടൊന്ന് അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കി, അല്ലെങ്കിൽ ഞങ്ങൾ കോടതിയിൽ കേസ് പരാജയപ്പെടുമെന്ന് പേടി ഞങ്ങൾക്കുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കോടതിയിൽ ഞങ്ങൾ പരാജയപ്പെടാൻ പോകുന്നില്ല. ഇതൊക്കെ ഒരു കാര്യവുമില്ലാന്ന് നിങ്ങൾ പറയുന്നെങ്കിലും നിങ്ങളുടെ പേരിലുള്ള പല ആരോപണങ്ങളിൽ ഒന്ന് ഇത് ബിജു രമേശിനെ ഒന്ന് സന്തോഷിപ്പിച്ച് പതുക്കെ അദ്ദേഹത്തെ തണുപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഈ 10 കോടിയിൽ നിന്ന് 20 ഇപ്പൊ എത്തുക, കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ 2 ലക്ഷം എന്ന് പറയുക, പിന്നെ മാപ്പ് മാത്രം മതി എന്ന് പറയുക, ആളുകൾ പിന്നെ മറക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് അതിന്റെ ഒരു വഴി. അതൊന്ന്. അതല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ പണം അടയ്ക്കണമെങ്കിൽ അതിന്റെ സ്രോതസ് കാണിക്കണമെന്ന് ആരോ നിങ്ങളടുത്ത് പറഞ്ഞു. അതില്ലാതെ നിങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് വാങ്ങാമായിരുന്നു എന്ന് പിന്നീട് പറഞ്ഞല്ലോ. അപ്പോഴത്തേക്കും കാര്യങ്ങൾ കഴിഞ്ഞു പോയി. ഒരു കാര്യം ചോദിക്കട്ടെ, ബിജു രമേശിനെ സുഖിപ്പിക്കാനെങ്കിൽ അദ്ദേഹം മുമ്പേ ബിജു രമേശ് പറഞ്ഞല്ലോ, ജോസ് കെ മാണി 10 കോടി കേട്ട് ഇതെന്ന് 10 കോടി വാങ്ങിച്ച് സുഖിക്കാത്തയാള് ഇത് ഞങ്ങള് കുറവ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കേസ് 20 ലക്ഷമാക്കി കുറച്ചാൽ അദ്ദേഹം സുഖിക്കുവോ? അപ്പൊ അത് ശരിയായിരുന്നു. ആരോടാ പറയുന്നത്? അപ്പൊ ബിജു രമേശിനെ സുഖിപ്പിക്കാനൊന്നുമല്ല, ബിജു രമേശിന്റെ സുഖമൊട്ട് ഞങ്ങൾക്ക് വേണ്ടതാരും. ബിജു രമേശിന്റെ ഒരു ഔദാര്യവും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ബിജു രമേശ് KM മാണി സാറിനെ ഇല്ലാതാക്കാൻ വേണ്ടി ചില രാഷ്ട്രീയ കുബുദ്ധികളുമായി കൂട്ടുചേർന്ന് നടത്തിയ നീക്കത്തിന്റെ ഭാഗമാണ് ബാർക്കോഴ വിവാദമെന്ന് അത് ജനങ്ങളുടെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. തെളിവുകൾ ഞങ്ങളുടെ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 20 ലക്ഷം രൂപ ഈടാക്കി ഈ കേസ് ഞങ്ങൾ സത്യം ഞങ്ങൾ വിളിച്ചു. നിങ്ങൾ ഈ ചർച്ചയിലെ 2 ഘട്ടങ്ങളിൽ നിങ്ങൾ ഗൂഢാലോചനയെ കുറിച്ച് പറയുന്നു. എത്രയോ കാലമായി നിങ്ങൾ ഗൂഢാലോചനയെ കുറിച്ച് പറയുന്നു. ആ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരൊക്കെ ഉണ്ടായിരുന്ന ആ റിപ്പോർട്ടോ കാര്യങ്ങളോ നിങ്ങൾക്ക് പുറത്തുവിടാൻ, നിങ്ങൾക്ക് ഔദ്യോഗികമായി പുറത്തുവിടാൻ തൻ്റെ ഇടമുണ്ടോ? എന്തേ ഇത്രയും നാളായിട്ട് പറയാൻ ഇപ്പോഴും വിറയ്ക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചൊക്കെ പാർട്ടി ചർച്ച ചെയ്തിട്ടുണ്ട്. ആ റിപ്പോർട്ട് പുറത്തു വിടാനുള്ള റിപ്പോർട്ടല്ല എന്ന് പാർട്ടി ചെയർമാൻ പറഞ്ഞല്ലോ. അന്വേഷിച്ച റിപ്പോർട്ടാണ്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ അതെനിക്ക് മനസ്സിലാവുന്നില്ല. റഹീം, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. റഹീം, ഒരു കാര്യം CPM നേതാക്കന്മാർക്കെതിരെ ഒരുപാട് ആക്ഷേപം ഉണ്ടായല്ലോ. പിന്നീടത് CM തോമസ് നിഷേധിച്ചപ്പോൾ വ്യാജരേഖയാണെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ടോ? വിളിക്കുന്നു ഗോപി കോട്ടമുറിക്കലിനും അതുപോലെ നമ്മുടെ EP ജയരാജനും അടക്കം പാർട്ടിക്കാരും ഇത് ഞങ്ങളുടെ പാർട്ടിക്കാരും. അരി എത്രയെന്ന് ചോദിക്കുമ്പോൾ പയറഞ്ഞഴിന്ന് പറയരുത് ദയവേത്. നിങ്ങളോട് വളരെ കൃത്യമായ ചോദ്യമാണ് ചോദിച്ചത്. ഞാനിത് ചോദിക്കില്ലായിരുന്നു. നിങ്ങൾ പലതവണയായി ഞാൻ പറഞ്ഞത് റിപ്പോർട്ടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി ചോദിച്ചു. നിങ്ങളെ പാർട്ടി ഒരുപാട് കേസുകൾ അന്വേഷിച്ചു. CPM-ന്റെ നേതാക്കന്മാർ ചെയ്ത സ്ത്രീ വിഷയമടക്കം സാമ്പത്തിക ക്രമക്കേട് അന്വേഷിച്ചു. അതാ CPM അന്വേഷിച്ചത്. അന്ന് പോലീസ് അന്വേഷിച്ചില്ല. CPM അന്വേഷിച്ചു. അത് നിങ്ങൾ പുറത്തുവിട്ടിട്ടില്ലല്ലോ. ശ്രീ സജി മഞ്ഞക്കളമൻ, എന്തെങ്കിലും പറയരുത്. ഒരു രാഷ്ട്രീയ പാർട്ടി അവിടെ ഇന്റേണലായിട്ട് പലതരത്തിലുള്ള ഓഡിറ്റുകളും പലതരത്തിലുള്ള ഇതിലുള്ള പരിശോധനകളും നടത്തും. ഇതങ്ങനെയല്ല. ഇതൊരു മുന്നണിക്കകത്ത് നിങ്ങളുടെ നിങ്ങളുടെ തന്നെ നിലനിൽപ്പിന്റെ ഒരു വലിയ പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ നടത്തിയ അന്വേഷണമാണ്. ആ അന്വേഷണം റിപ്പോർട്ട്, അതിനുശേഷം ശ്രീ KM മാണി എന്തോ സ്വകാര്യ ഏജൻസി CID സംഘത്തെ വെച്ചിട്ട് അന്വേഷിപ്പിച്ചു, അത് പുറത്തു വിടുന്നു, എന്തിനു പിൻവലിക്കുന്നു. അപ്പൊ ഇത് എന്തൊക്കെയാണ്? എന്നിട്ട് നിങ്ങളിപ്പോൾ വീണ്ടും അത് പറയുന്നു. ഒന്നുകിൽ നിങ്ങൾ അത് പറയൂ. നിങ്ങളെ എന്ന് കുരിശിലേറ്റിയത് ആര്? അപ്പോൾ നിങ്ങൾ അത് പറയാനില്ല. പിന്നെ രണ്ടാമത് നിങ്ങൾ അഴിമതി നടത്തിയിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ താങ്കൾക്ക് ഇപ്പോഴും താങ്കളുടെ പാർട്ടിക്ക് നെഞ്ചുറപ്പോടെ പറയാനാകുന്നുണ്ട് എങ്കിൽ ആരോപണം ഉന്നയിച്ച ശ്രീ ബിജു രമേശിനെതിരായിട്ടുള്ള പരാതിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കണമായിരുന്നു. നിങ്ങൾ അതും ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ എന്ത് നിലപാടാണ് ഡോക്ടർ ബിജു രമേശ്? എന്തായാലും ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ തെളിഞ്ഞു വന്നതായ ഒരു വാദം എന്ന് പറയുന്നത് ഡോക്ടർ ബിജു രമേശിനെ ഒന്ന് സുഖിപ്പിക്കാൻ വേണ്ടി 10 കോടിയിൽ നിന്ന് 20 ലക്ഷത്തിലേക്ക് കൊണ്ടുവന്നു എന്നാണ്. താങ്കൾ എത്രമാത്രം ഈ കാര്യത്തിൽ സുഖിച്ച് ഈ കേസിനെ ഒന്ന് താലോലിച്ച് മുന്നോട്ട് പോവുകയാണ്? വളരെ ഗൗരവമായി തന്നെ കേരള ജനതയുടെ മുമ്പിൽ 2014 ഒക്ടോബർ 31 ഇവിടെ ഇരുന്ന് പറഞ്ഞതുപോലെ ഉള്ള അതേ ആവേശത്തിൽ താങ്കൾ ഇപ്പോഴും നിൽക്കുന്നുണ്ടോ?
മാണി ചെന്നെന്ന് അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾക്കറിയില്ല. ഡോക്ടർ ബിജു രമേശിനോടാണ് ചോദ്യം. ഡോക്ടർ ബിജു രമേശ് താങ്കൾ ഫോണിൽ പോലും സംസാരിച്ചിട്ടില്ല. അങ്ങനെയുള്ള ജോസ് കെ മാണി അപ്പൊ അങ്ങനെ ആ 10 കോടി കൂടി അത് വാങ്ങിക്കാതെ അല്ല ഞാൻ താങ്കളോടല്ല ചോദിച്ചത്, അദ്ദേഹം ഉത്തരം പറയട്ടെ. ഡോക്ടർ ബിജു രമേശ് പറയുന്നതിന് അനുവദിക്കുന്നില്ല. വിവരവുമില്ലാതെ ഒരു ഈ കേസിന് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ, ആളുകള് കേസിനെ കുറിച്ച് യാതൊരു വിവരമില്ലാതെ സജി കണ്ണടച്ച പോലെ വെടിവെക്കുന്ന പോലെ ഈ ആകാശത്ത് കല്ലെറിയും പോലെ സംസാരിക്കാതെ, കേസിനെ കുറിച്ച് യാതൊരു വിവരമില്ലാതെ സംസാരിക്കുന്നത്. സംബന്ധിച്ച് പോലും അങ്ങനെ സഹോദരൻ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. എന്റെ ഡോക്ടറേറ്റ് ഒറിജിനൽ കളക്ടറേറ്റ് എടുക്കാം. അനാവശ്യം പറയാതെ സജി, വെറും തറയാവാതെ എന്റെ ഡോക്ടറേറ്റിന്റെയും എന്റെ പരാതി ഉണ്ടല്ലോ. ഞങ്ങൾ വ്യാജമായിട്ട് ഒരു ഡോക്ടറേറ്റ് സമ്പാദിച്ചാണ് സംസാരിക്കുന്നത്. ആര് പരാതി കൊടുത്തു? രമേശ് എന്ന് പറയുന്ന നിങ്ങളുടെ സഹോദരന്റെ പേരിൽ കിടക്കുന്ന തട്ടിയെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ സമ്പാദിച്ച സജി മഞ്ഞക്കടമ്പൻ ദയവായി അങ്ങ് നിർത്തുക, ദയവായി അങ്ങ് നിർത്തുക. ഈ കാര്യത്തിൽ എന്തായാലും ഡോക്ടർ ബിജു രമേശ് ഒരു മാനനഷ്ട ക്രിമിനൽ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ആ കേസിൽ ഞാനിതിനകത്ത് ഇടപെട്ട് സജി മഞ്ഞക്കടമ്പനെ കൃത്യമായി തടയുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ ഈ വിഷ്വൽസ് മതിയാവും. ചർച്ചയിൽ വന്നിട്ട് ചോദ്യത്തിന് ഉത്തരവില്ലാതെ വരുമ്പോൾ ഇങ്ങനെ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തന ഏർപ്പാടാവും. എത്ര മാന്യമായ ഒരു പാർട്ടിയായിരുന്നു. ശ്രീ സജി ചോദ്യത്തിന് ഉത്തരം പറയുമായിരുന്നല്ലോ. ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരവുമില്ല. ആരോട് ചോദിച്ചാലും എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്. ഞാൻ പറഞ്ഞത് ഈ മാനനഷ്ട കേസ് 10 കോടി 20 ലക്ഷം ആക്കി ഈ ഉത്തരം പറയാൻ വരുമ്പോൾ എന്തെങ്കിലും ഡോക്ടർ ബിജു രമേശ് താങ്കൾ ഒരു മിനിറ്റ് താങ്കൾക്കുള്ള അവസരമാണ്. താങ്കൾക്ക് മറുപടി പറയാം. ഈ കാര്യത്തിൽ താങ്കൾ ഒക്ടോബർ 31 അതേ ആവശ്യങ്ങളിൽ സജി മഞ്ഞക്കടമ്പൻ ദയവായി സഹോദരൻ ബിനു രമേശ് നിഷേധിക്കുമോ? നിഷേധിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കില്ല. വെല്ലുവിളിക്കുന്നു. ഞാൻ ഇവിടെ പറഞ്ഞ ശ്രീ സജി മഞ്ഞക്കടമ്പൻ താങ്കളോട് പലതവണയായി പറയുന്നു, ശ്രീ സജി മഞ്ഞക്കടമ്പൻ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്, ദയവായി വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്. ശ്രീ സജി മഞ്ഞക്കടമ്പൻ ഡോക്ടർ ബിജു രമേശ് താങ്കൾക്കാണ് അവസരം, താങ്കൾക്ക് മറുപടി പറയാം. ഇത് വ്യക്തിപരമായ അധിക്ഷേപമല്ല. സജി ആദ്യം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ എവിടെ എന്റെ ഡോക്ടറേറ്റിനെ കുറിച്ച് ഏത് കേസാണ് കൊടുത്തിട്ടുണ്ട്? കേസ് നമ്പർ പറ. കേസ് നമ്പർ എന്റെ കയ്യിൽ ഞാൻ പറയുന്നില്ല. ഇല്ല. 2, നിങ്ങളുടെ സഹോദരൻ ഇത് നിഷേധിക്കട്ടെ. തിരിച്ചു പറയുകയാണ്, സജിയുടെ പിതൃത്വത്തിനെ കുറിച്ച് പലരും അനാവശ്യം പറയുന്നു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും വന്നിരുന്ന് പറയരുത്, ദയവ് ചെയ്ത് പറയരുത്. എനിക്ക് വിഷയമില്ല, പറയരുത്, ദയവ് ചെയ്ത് സംസാരിക്കരുത്. വെറുതെ അനാവശ്യം പറയരുത്, ഇല്ലാത്ത കാര്യങ്ങൾ പറയരുത്. നിങ്ങൾക്ക് തന്നെ കളക്ടറേറ്റ് ഇലക്ഷൻ കമ്മീഷനിൽ കൊടുക്കാം. എന്റെ ഡിഗ്രി MBA സർട്ടിഫിക്കറ്റ് അവിടെ ഉണ്ട്, ഡോക്ടറേറ്റ് സർട്ടിഫിക്കറ്റ് കളക്ടറേറ്റിലുണ്ട്. ഇതെല്ലാം വന്നതുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷൻ ഇതെല്ലാം പരിശോധിച്ച ശേഷമാണ് സർട്ടിഫിക്കറ്റ്. ഓരോ ആര് നോക്കിയാലും സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാകുന്ന കാലഘട്ടം ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ സജി മഞ്ഞക്കടമ്പൻ വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ തെളിവ് കാണിക്കൂ. താങ്കൾ മാണി സാറിനെ കുറിച്ച് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ തെളിവ് കാണിക്കാനല്ലേ പറയുന്നത്? ദയവായി ഒരു മിനിറ്റ് എനിക്ക് ഡോക്ടർ ബിജു രമേശിന്റെ 1 മിനിറ്റ് അദ്ദേഹത്തിന് കൊടുത്തിട്ട് മാത്രമേ എനിക്ക് പെട്ടെന്ന് ചർച്ചയുടെ അവസാനഘട്ടത്തിൽ പോകാൻ സാധിക്കൂ. ഡോക്ടർ ബിജു രമേശ് താങ്കളോട് എന്റെ ചോദ്യം ഇതാണ്. കഴിഞ്ഞ ഒക്ടോബർ 31 താങ്കൾ എടുത്ത അതേ നിലപാടിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ടോ? മാണി സാർ എന്തായാലും 10 കോടിയിൽ നിന്ന് ഈ 20 ലക്ഷത്തിലേക്ക് എത്തിയിട്ടുണ്ട്. താങ്കൾ എന്ത് നിലപാടിലാണ് നിൽക്കുന്നത്? ഇന്നത്തെ ചർച്ച കഴിയുമ്പോൾ പുതിയ മാനനഷ്ടത്തിലേക്ക് പോകുന്ന കാര്യത്തിലും ഉറച്ചു നിൽക്കുകയാണോ? അല്ല, സജിയുടെ പേരിൽ ക്രിമിനൽ കേസ് കൊടുക്കുന്നു. ഞാൻ അന്ന് പറഞ്ഞതിൽ തന്നെ നിൽക്കുന്ന സജി ഇതുപോലെ വിവരമില്ലാത്ത വിവരദോഷം ഒന്ന് വിളിച്ചു പൈസയ്ക്ക് വേണ്ടി പറയുന്നതാണ് ഇതൊക്കെ. അന്ന് ഞാൻ പറഞ്ഞു മാണിസാറിന്റെ പാലയിലെ വസതിയിൽ 15 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തു. ആദ്യം. രണ്ടാമത് 50 ലക്ഷം രൂപ പാലയിൽ കൊണ്ടുപോയി കൊടുത്തു. മൂന്നാമതാണ് ഈ പറയപ്പെടുന്ന രാജ്കുമാറും ഉണ്ണിയും കൂടി അമ്പിളിയും കൂടി ചേർന്ന് തിരുവനന്തപുരത്തെ വസതിയിൽ കൊണ്ടുപോയി ബാക്കി പൈസ കൊടുക്കുന്നത്. ഇതൊക്കെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. 50 ലക്ഷം രൂപയാണ് രണ്ടാമത് കൊടുത്ത പാലയിലെ വീട്ടിലാണ്. അല്ല 1 കോടി രൂപ മാണിസാറിന്റെ തിരുവനന്തപുരത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തെന്ന് ഞങ്ങളാരും സ്റ്റേറ്റ്മെന്റ് ഒന്നും കൊടുത്തിട്ടില്ല. വന്നിരുന്ന് കംപ്ലീറ്റ് കള്ളങ്ങൾ പറഞ്ഞ് ജനങ്ങളെ മൊത്തം കൺഫ്യൂസ് ചെയ്യിക്കുക, തെറ്റിദ്ധരിപ്പിക്കുക. സത്യം പറയാൻ മാണിസാറിന്റെ അഴിമതിയെ കുറിച്ച് പറയുമ്പോൾ ബിജു രമേശിന്റെ സർട്ടിഫിക്കറ്റ്, എന്റെ സർട്ടിഫിക്കറ്റ് ഇവിടെ എന്താ പ്രാധാന്യം? എന്റെ സഹോദരനെ കുറിച്ച് അപകീർത്തിപ്പെടുത്തി പറയുക, എന്റെ അച്ഛനെ കുറിച്ച് പറയുക. വളരെ മോശമായ രീതിയിൽ ഒരാളിന് വന്നിരിക്കും
ഇരിക്കുന്ന ഒരാളെ തേജോധം ചെയ്ത് പെയിന്റ് അടിക്കുമ്പോൾ അങ്ങ് വളരെ മോശമാക്കി പറയുമ്പോൾ അവരുടെ വാ അടഞ്ഞു പോകും. അവരെ വാ അടച്ചുകൊണ്ട് സത്യത്തെ മുഖംമൂടിയെ മൂടി വെക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വളരെ വളരെ ഈ ക്രിമിനൽ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ കുപ്പായമണിഞ്ഞ ജനങ്ങളെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സജിയെ പോലുള്ള ഒരുത്തന്നെ. രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ളവരെ ജയിലിൽ അടയ്ക്കുകയാണ് വേണ്ടത്. സജിയൊക്കെ രാഷ്ട്രീയത്തിൽ വന്നു കഴിഞ്ഞാൽ ജനങ്ങളെ കത്തി കാണിച്ച് തിരിക്കുന്ന കൊള്ളയടിക്കുന്ന കൊള്ളക്കാരുടെ മാണിസാറിന്റെ ശിഷ്യനായിട്ട് വന്നിരിക്കുന്നതാണ്. മാണിസാറിന്റെ അധികാരം ഉണ്ടായിരുന്നപ്പോൾ ആ സെയിൽ ടാക്സിന്റെ പവർ വെച്ചുകൊണ്ട് എത്ര പാവപ്പെട്ടവരിൽ നിന്ന് പൈസ പിരിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ട് വളർന്ന സജി യാതൊരു മനസ്സാക്ഷിയില്ലാതെ ചർച്ചയുടെ അവസാന ഘട്ടത്തിലേക്ക് പോവാണ്. ശ്രീ ആന്റണി രാജു, താങ്കൾക്ക് 10 സെക്കൻഡ്. ശ്രീ റഹീം ആദ്യം. ഈ ചർച്ചയിൽ നിങ്ങൾ നോക്കൂ, പ്രലോഭനവും ഭീഷണിയും തുടരുകയല്ലേ. ഈ ചർച്ചയിലേക്ക് ഒരു ശ്രീ മഞ്ഞക്കടമ്പൻ കരുതി വെച്ചിരുന്ന രേഖകൾ എന്താ? ബിജു രമേശിൻ്റെ വ്യക്തിപരമായി ഇതുമായി ബന്ധപ്പെടാത്ത മറ്റു ചില കാര്യങ്ങൾ എടുത്തു വെച്ച് ബ്ലാക്ക് മെയിൽ ചെയ്യാൻ. അത് രേഖയുടെ വസ്തുതയെക്കുറിച്ച് കേസെടുക്കട്ടെ. പക്ഷേ അവരുടെ തയ്യാറെടുപ്പ് തന്നെ അതിനായിരുന്നു. നിങ്ങൾ വസ്തുതകളിൽ മറുപടിയില്ല, നടക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒളിച്ചോടാനാണ് ഇഷ്ടം. ഇവിടെ നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ അധികാരം ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയതുപോലെ ഇപ്പോൾ ഇതുപോലെ കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ഈ രീതി യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനാധിപത്യത്തിന് തന്നെ ഭൂഷണമല്ല. കേരള കോൺഗ്രസ് എന്ന പാർട്ടിക്ക് ഭൂഷണമല്ല എന്നാണ് ശ്രീ അജിത് കുമാർ. താങ്കൾക്ക് ഒരു 10 സെക്കൻഡ്. അഡ്വക്കേറ്റ് ആന്റണി രാജു ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഞാനും അത് പറഞ്ഞല്ലോ, പ്രത്യേക ബ്ലോക്കായിട്ട് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മാറിപ്പോയി കഴിഞ്ഞപ്പോൾ, അതായത് UDF കൂടാരത്തിൽ നിന്ന് പടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ ഒരു പക്ഷേ ആ പാർട്ടിക്ക് എന്താ പറയുക, ഒരു ഡിപ്രീസിയേഷൻ ആയിരിക്കുന്നു. ഒരു ലോസ് ഓഫ് ഫേസ് മാത്രമല്ല, ലോസ് ഓഫ് പ്രൈസും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു പക്ഷേ ആയിരിക്കാം ഈ 10 കോടിയിൽ നിന്ന് 20 ലക്ഷത്തിലേക്ക് ഇപ്പോൾ താന്നത് പാർട്ടിയുടെ മൂല്യം ഇടിഞ്ഞതുകൊണ്ട് കൂടി തന്നെയാണോ എന്ന് ഭീഷണിപ്പെടുത്തി. ഇത് ഞാൻ ഗവൺമെന്റ് എഴുതി കൊടുത്തു പരാതി. ഈ മാണി സാർ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന പാർട്ടി സുന്ദരിയായ ഒരു പാർട്ടിയാണ്, അതിന്റെ പുറകെ എല്ലാവരും പുറകെയാണ്. ഒരുപക്ഷെ ആ പാർട്ടി ഇപ്പൊ വികൃതമായി വിരൂപയായതുകൊണ്ടാണോ ഈ 10 കോടിയിൽ നിന്ന് 20 ലക്ഷത്തിലേക്ക് വന്നതെന്ന് എന്റെ സംശയം. ആ പാർട്ടി ചോദ്യത്തിന് ഉത്തരം പറയാതെ ജനങ്ങളുടെ മുമ്പിൽ ഓരോ ദിവസം കഴിഞ്ഞോറും അപഹാസ്യമായിക്കൊണ്ടിരിക്കുന്നു. ആ പാർട്ടിയോട് ചോദിച്ച ഒരൊറ്റ ചോദ്യത്തിന് സജി മഞ്ഞക്കടമ്പ് ഉത്തരം പറഞ്ഞില്ല. ആ പാർട്ടി സമയത്തിന്റെ കേരള കോൺഗ്രസ് എമ്മിനെ അപഹസിക്കാൻ ന്യൂസ് ആൻഡ് വ്യൂസിന് ഒരു ഉദ്ദേശവുമില്ല. പക്ഷേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൃത്യമായി പാർട്ടി പറയേണ്ടതുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ആ ഉത്തരം പറയേണ്ടി വരും. ഇനിയും വില താഴോട്ട് ആരുടേതാണ് ഇടിയാൻ പോകുന്നത്? വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ഡോക്ടർ ബിജു രമേശ്, ശ്രീ സജി മഞ്ഞക്കടമ്പൻ, ശ്രീ ആന്റണി രാജു, ശ്രീ A. റഹീം, ശ്രീ അജിത് കുമാർ.